കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഇല്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? നിങ്ങൾക്ക് വേണ്ടി തൽക്കാലം ഒരു മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഈ മൈക്കാണ് പ്രശ്നം. മറ്റേ ഹരേ കൃഷ്ണ. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനൊരു കുഞ്ഞു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ യാത്ര കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ എത്തിയിട്ടില്ല. എൻ്റെ കുറേ വർക്കുകൾ തീർക്കാനുണ്ട്. അതിനിടയിൽ നിങ്ങൾക്കുള്ള കർക്കിടക കഞ്ഞിക്കിറ്റ്, രാമായണം, ശ്രീരാമസ്തോത്രമാല, സഹസ്രനാമങ്ങൾ ഇതെല്ലാം എത്തിക്കണം. അങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റ്സിലായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. ക്ഷമിക്കണം കേട്ടോ. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാലോ, എനിക്ക് കുറച്ച് സമയം കിട്ടിയാൽ, അതിന് പറ്റിയ സാഹചര്യം കിട്ടിയാൽ ഉറപ്പായിട്ട് എടുക്കും. അപ്പം എല്ലാവരും രാമായണ മാസത്തെയൊക്കെ വരവേറ്റ് വളരെ സന്തോഷമായിട്ട് പുതിയൊരു ആത്മീയതയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊതുവേ എല്ലാവരും നല്ല ആത്മീയമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കാരണം ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ അറേഞ്ച് ചെയ്ത ഒരു മൈക്കും ട്രൈപോഡുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം എന്താ പറയുക, പുതിയതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഗീതയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മഹാഭാരതമൊക്കെ. എങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ രാമായണ മാസമാണ്, രാമായണം എടുത്തു കൊടുക്കണം
എന്താ ചെയ്യുക, എടുക്കണ്ടേ? യെസ്, ടുഡേ സ്പെഷ്യൽ ഡേ. അപ്പോൾ രാമായണം സൗണ്ട് കുറവാണോ? അപ്പോൾ ചെയ്യാം. നമ്മുടെ മൈക്കേ ഒന്നും കൂടെ ബാറ്ററി മാറ്റിയിട്ടൊക്കെ തിരിച്ചിട്ട് നോക്കിക്കേ. ഇട്ട പോലെ ആ ബാറ്ററി എവിടെ ഊരിയിട്ട് ഒന്ന് മാറ്റി ഒന്ന് തിരിച്ചിട്ട് നോക്കും. നോക്കട്ടെ കേട്ടോ, നോക്കട്ടെ. അവിടെ ഒരു മിനിറ്റ് തന്നെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കേട്ടോ, സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, രാമായണം എടുത്തില്ലെങ്കിൽ പാവങ്ങൾ എന്ത് ചെയ്യും? മഞ്ജരീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര മിസ് ചെയ്യും. ഒരു മിനിറ്റേ. ഇപ്പം കേൾക്കാമോ? കേൾക്കുന്നില്ല? നല്ലതായിട്ട് കേൾക്കാന്ന് പറഞ്ഞു. കേൾക്കുന്നില്ല? ഇപ്പോഴോ? ഞാൻ കുറച്ച് വോളിയം കൂട്ടി പറയാതാന്നല്ല ഈ മൈക്ക്. പിന്നെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഇത് പിടിച്ചേ, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് പക്ക് ചെയ്തോളാം. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം മൈക്ക് ഇല്ലാതെ പറയുമ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം കേൾക്കാലോ? ഞാൻ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി പറയാം. മൈക്ക് ശരിയല്ല, അതാ കാര്യം. നമ്മുടെ ഒറിജിനൽ മൈക്ക് ചെന്നൈയിലാണ് ഇരിക്കുന്നത്. ഇപ്പം കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ നാരായണ. കേൾക്കാം, ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് വോളിയം കൂട്ടി പറയാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമായി. കാരണം കുറച്ച് ദിവസമായി ക്ലാസ് എടുത്തിട്ട്. ഓക്കെ, നിങ്ങളും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. മാതാജി എന്തൊക്കെയോ തിരക്കിലാണ്, അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തത്. എനിക്കും അത് സങ്കടം. അപ്പം ഞാൻ ഓർത്തു, ഇത് രാമായണ മാസമല്ലേ? ഓക്കെ, രാമായണം എല്ലായിടത്തും ഇപ്പം കേൾക്കാം അല്ലേ? രാമായണ കഥയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ രാമായണ കഥയൊക്കെ നമുക്കറിയാം. ശ്രീരാമസ്വാമിയും ദശരഥ മഹാരാജാവും കൈകേയും സുമിത്രാമി, അങ്ങനെ 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 കുറേ കഥകൾ. ലക്ഷ്മണസ്വാമിയും പിന്നെ സുഗ്രീവനും ബാലിയും രാവണനും ലങ്കയിൽ പോയതും തീ വെച്ചതും സീതാമ്മയെ അന്വേഷിച്ച് പോയതും സീതാദേവിയെ കണ്ടെത്തിയതും അങ്ങനെ 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 കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? കംപ്ലീറ്റ് ഒരു കണക്ഷൻ കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് അറിയാം. അപ്പോൾ നമുക്ക് മഞ്ജരീസിലൂടെ ഒരു വ്യത്യസ്തതായാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഹനുമത് ചരിതവുമായിട്ട് വന്നിരിക്കുന്നത്. എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഹനുമാൻ സ്വാമിയെക്കുറിച്ച്? ഹനുമാൻ സ്വാമിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികമൊന്നും ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് എടുക്കണം. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ, നമ്മൾ പറയില്ലേ ചങ്കാണെന്നൊക്കെ പറയില്ലേ, അതിനേക്കാൾ മുകളിലാണ്. ശ്രീരാമസ്വാമി അങ്ങോട്ടേക്ക് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുവാക്കില്ലാത്ത ഒരു ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹൃദയം കീഴടക്കി വെച്ചിരിക്കുകയാണ് ഹനുമാൻ സ്വാമി. നമുക്കെല്ലാവർക്കും, എനിക്കും അതെ, നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഹനുമാൻ സ്വാമിയെ കുറിച്ച് കേൾക്കാൻ അല്ലേ? രാ എന്നൊരു അക്ഷരം പറഞ്ഞാൽ തന്നെ ഹനുമാൻ സ്വാമി അവിടെ അങ്ങ് എത്തും. അതാണ് സ്വാമിയും ശ്രീരാമസ്വാമിയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ധർമ്മം എന്താണ്? ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ധർമ്മം എന്താണ്? സത്യത്തിൻ്റെ തത്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെയോ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാനും കേരളത്തിലെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മം എന്നാൽ എന്താണ്? അല്ലെങ്കിൽ സത്യത്തിൻ്റെ തത്വാർത്ഥം എന്താണ്? ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ? ഇതുപോലെയുള്ള ഒട്ടനവധി സ്വഭാവ ഗുണങ്ങൾ തെളിവായി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ബോധവാന്മാരായി മാറുമെന്നാണ് ഹനുമത് ചരിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ച് പഠിച്ചാൽ, സത്യത്തെക്കുറിച്ച് പഠിച്ചാൽ, ന്യായത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹനുമത് ചരിതത്തിൽ പറയുന്നു നമ്മൾ നല്ല വ്യക്തിബോധമുള്ള വ്യക്തികളായി മാറുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. നല്ല ന്യായബോധമുള്ള, സത്യമായിട്ട് നിൽക്കുന്ന, അതുപോലെ
അതുപോലെ എന്താ പറയുക, നല്ല ധർമ്മബോധമുള്ള ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ പ്രമുഖ സ്ഥാനമാണ് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുറേ ബുദ്ധിമാന്മാരായിരിക്കുന്ന രാജാക്കന്മാരുടെയും അതുപോലെ ഭക്തരുടെയും ഒക്കെ ജീവിതം തുടരെ വായിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര ഒരു രോമാഞ്ചമാണ് അവരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ, അല്ലേ? അത് മാത്രമല്ല, അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വായിച്ചു പഠിക്കുമ്പോൾ നമ്മളിൽ എന്താ സംഭവിക്കാന്നറിയോ? ഒരുപാട് ആപത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ജന്മം ചെയ്തു പോയ പല പ്രശ്നങ്ങളുടെ പരിണിത ഫലമായിട്ട് നമ്മൾ ഈ ജന്മത്തിൽ പലതരത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ പ്രയാസങ്ങളെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടും. യാതൊരു സംശയവും ഇല്ല, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിന് ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമാണ് ഹനുമത് ചരിതം എന്ന് പറയുന്നത്. ഹനുമത് ചരിതം ആരാണോ കേൾക്കുന്നത്, ആരാണോ വായിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഒരനുഗ്രഹം കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മഞ്ജരീസിൻ്റെ ക്ലാസ് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. നമ്മൾ എടുക്കുന്നത് രാമായണമല്ല. രാമായണം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ജീവചരിത്രമാണെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ചങ്കോട് ചങ്കായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആഞ്ജനേയ സ്വാമിയുടെ, ഹനുമാൻ സ്വാമിയുടെ ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൂടെ, ആ ഭക്തിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ പുണ്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അതെടുക്കാൻ തോന്നില്ല. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും വ്യത്യസ്തത കൊടുക്കണമല്ലോ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എങ്കിൽ ഹനുമത് ചരിതമാവാം. കാരണം രാമായണം എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ രാമായണം പറയുന്ന ഒരു തിരക്കിലാണ്. രാമായണം വായിക്കുക, രാമായണം പറയുക, രാമായണം കേൾക്കുക, അതിൻ്റെ ഒരു ബിസി ഷെഡ്യൂളിലാണ്. അപ്പം നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഹനുമത് ചരിതം കേൾക്കാം. ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയുമ്പോഴേക്കും തന്നെ ശ്രീരാമസ്വാമി അവിടെ ഓടിയെത്തും. ശ്രീരാമസ്വാമിയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഹനുമാൻ സ്വാമിയും ഓടിയെത്തും. ഭക്തനും ഭക്തിയും ഭഗവാനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നുമില്ല, അല്ലേ? അപ്പം നമുക്ക് ഒരു വ്യത്യസ്തമായൊരു വഴിയിലൂടെ പോകാം. റെഡി? ഓക്കെ. അതിന് മുൻപേ മഞ്ജരീസിൻ്റെ ക്ലാസ് എല്ലാവരും ഷെയർ ചെയ്യുക. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിൻ്റെ വാട്സപ്പിലേക്ക് ഇടാം. ലേറ്റ് ആയാലും ഞാൻ നോക്കാം. ഞാൻ ഇങ്ങനെ യാത്രകളിലാണെങ്കിലും മെസ്സേജുകൾ കുറേയൊക്കെ മഞ്ജരീസിൻ്റെ ഫോണിൽ നോക്കുന്നുണ്ട്. അതിലേക്ക് മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. പിന്നെ കർക്കിടക കഞ്ഞിക്കിറ്റ് ഇനി എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ അതൊക്കെ കൂടെ റെഡിയാക്കാനും കൂടെയൊക്കെ ആയിട്ടാണ് ഓടി വന്നത്. അപ്പം അതൊക്കെ വളരെ പ്യുവറായിട്ടുള്ള കർക്കിടക കഞ്ഞിക്കിറ്റാണ്. നമ്മുടെ കക്കുങ്കായൊക്കെ കളക്ട് ചെയ്ത് ചേർത്തിട്ട്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് അഡ്രസ്സ് ഇടാം. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. 7 ദിവസത്തെ ഉലുവണ്ടയൊക്കെ ചേർത്താണ് നമ്മൾ അയക്കുന്നത്. പിന്നെ കുറേ വിശേഷങ്ങളുണ്ട്. എല്ലാം ചെന്നൈയിൽ എത്തിയിട്ട് പറയാം. ഓക്കെ, ഏകാദശി നാളെയാണ്, അതെടുക്കാൻ മറക്കരുത്. കർക്കിടക മാസത്തിൽ വളരെ പുണ്യമായിരിക്കുന്ന ശയന ഏകാദശിയാണ് നാളെ. അതെടുക്കാൻ ആരും മറക്കരുത്. ഓക്കെ, എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ മഹാകാവ്യത്തിൽ, അങ്ങനെ തന്നെ പറയണം, രാമായണ മഹാകാവ്യത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നല്ല വീരസാഹസികമായിരിക്കുന്ന, നമ്മളെല്ലാവരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, അല്ലേ? പലരെയും നിങ്ങൾക്കറിയാം. അറിയാവുന്ന പേരുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. സാക്ഷാൽ ശ്രീരാമസ്വാമിയുണ്ട്, ഭരതസ്വാമിയുണ്ട്, ശത്രുഘ്നസ്വാമിയുണ്ട്, വിഭീഷണസ്വാമിയുണ്ട്, സുഗ്രീവനുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ രാമായണത്തിലുണ്ട്. ഓക്കെ, ഇവരെല്ലാവരും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിലും, സമനിലയിലുള്ള ആളുകളാണെങ്കിൽ കൂടിയും സീതാരാമന്മാരുടെ മാതൃകാ ജീവിതം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ജീവിതമാണ്. അവർക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വാശിയില്ല, ആരോടും വെറുപ്പില്ല. വല്ലാത്തൊരു എല്ലാവരുടെ ജീവിതത്തിലെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു നല്ല ജീവിതമാണ് സീതാരാമന്മാരുടെ ജീവിതം, അല്ലേ? അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ എല്ലാവരേക്കാൾ കൂടുതലും സാധിച്ചിരിക്കുന്നത് ആഞ്ജനേയ സ്വാമിക്കാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. സീതാരാമന്മാരുടെ ഹൃദയത്തിലേക്ക് ആഞ്ജനേയ സ്വാമി കടന്നു ചെന്നിരിക്കുന്നതിൻ്റെ ആഴെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. ഒരു ചരിതത്തിലൂടെയും നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും നമ്മുടെ ആഞ്ജനേയ സ്വാമി സീതാരാമന്മാരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. നമുക്കും നമ്മുടെ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് അത്രമേൽ പറ്റിയില്ലെങ്കിലും അതിൻ്റെ 1% നമ്മളും കടന്നു ചെല്ലണം, അല്ലേ? അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഓക്കെ, അപ്പോൾ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്ന് ഞാൻ ചോദിച്ചാൽ, എന്താ പറയുക, ഹനുമാൻ സ്വാമി നിത്യബ്രഹ്മചാരിയാണ്, അതുപോലെ മഹാനായ വീരനാണ്, അത്യുഗ്ര ശക്തനാണ്,
ശക്തനാണ്, ബുദ്ധിമാനാണ്, ചാതുര്യ ശിരോമണിയാണ്, പിന്നെ പറയുകയാണെങ്കിൽ വിദ്വാനാണ്, സംഗീതജ്ഞനാണ് ഹനുമാൻ സ്വാമി, സേവകനാണ്, ധർമാചാര്യനാണ്, ഭയമില്ലാത്തവനാണ്, അതുപോലെ തന്നെ സത്യവാദിയാണ്. സത്യത്തെ മാത്രമേ ഹനുമാൻ സ്വാമി ഉൾക്കൊള്ളുകയുള്ളൂ. പിന്നെ സർവോപരി യജമാനന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാണ് ഹനുമാൻ സ്വാമി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേശ്വരന്റെ ആ ഒരു ഹൃദയവും ഹൃദയത്തിന്റെ നിലനിൽപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഹൃദയവും ഹൃദയത്തുടിപ്പും എന്നൊക്കെ പറയില്ലേ, അത് ഹനുമാൻ സ്വാമിയാണ്. അത്രയ്ക്കുണ്ട് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. മഹത്വവും രഹസ്യവും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള, ഗുണമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു ഭക്തൻ, ഹനുമാൻ സ്വാമിക്ക് തുല്യനായ മറ്റൊരു ഭക്തൻ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും ശക്തനാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി. ഒരിക്കല് സബർമതി എല്ലാവർക്കും അറിയാലോ. സബർമതിയിൽ വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യുവതീ യുവാക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ, നമ്മൾ ഹനുമത് വിഗ്രഹം വെച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ച് പൂജിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹനുമത് വിഗ്രഹം വെച്ചിട്ട് പ്രതിഷ്ഠിച്ച് പൂജിക്കണം എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു ധീരയോദ്ധാവായിരുന്നു. ആരാണ്? ഹനുമാൻ സ്വാമി. അദ്ദേഹത്തിന്റെ മുമ്പിൽ രാമായണത്തിന്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ സാക്ഷാൽ യജമാനനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യാതൊന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, ഈ രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്നത് സീതാരാമ ആഞ്ജനേയ സ്വാമിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റെല്ലാം ഓർക്കുന്നത് അല്ലെ. സദാ രാമനാമം ജപിച്ച് ജയ് സീതാറാം ജയ് സീതാറാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുണ്യവാനായിരിക്കുന്ന ഒരു ഏറ്റവും മികച്ച ദാസനാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. അപ്പോ നമ്മുടെ ധീരയോദ്ധാവായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത്. വായുപുത്രനായിരിക്കുന്ന ആ ഹനുമാൻ സ്വാമി അതുല്യ ബലശാലിയായിരുന്നു എന്നുള്ളത് മറ്റൊരു വലിയ സത്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അതിലുപരി കായിക ശേഷിയുള്ള ഒരാളായിരുന്നു. പൂജിക്കേണ്ടതെങ്കിൽ അതികായകന്മാരായിരിക്കുന്ന രാവണൻ, കുംഭകർണൻ, ഇന്ദ്രജിത്ത്, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ വിഗ്രഹങ്ങളല്ലേ പ്രതിഷ്ഠിച്ച് പൂജിക്കേണ്ടതെന്ന് പല യുവതീ യുവാക്കളും ആ സമയത്തിന് ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചിന്താഗതി ഇന്നത്തെ ആളുകളുടെ മനസ്സിലുമുണ്ട്. പലരും ഇങ്ങനെ പല കോഡ്സ് ഇടാറുണ്ട്, ഞാൻ കാണാറുണ്ട്. എന്താണ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണനെയും സീതയും പോലെ ആയിരിക്കണം. ഇതൊക്കെ വളരെ മഹാവിഡ്ഢിത്തരമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മുടെ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തകളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകാൻ പാടില്ല. പിന്നെന്താ പറയുന്നത്? അങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റാണെന്നാ പറയുന്നത്. കാരണം ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരുന്ന ശക്തി ബാഹ്യമായിരിക്കുന്ന ഒരു കായിക ശേഷി അല്ല, പുറമേയുള്ള ഒരു ശക്തിയല്ല ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ് ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശക്തി ആത്മീയ നേട്ടങ്ങൾ കൊണ്ട് കൈവരിച്ചതാണ്. ഒരു ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഈ ശരീരം നശിക്കുന്നതോടുകൂടി നശിച്ചു പോകും. എന്നാൽ ആത്മീയ ശക്തി എന്ന് പറയുന്നത് അനശ്വരമായ ആത്മാവിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോൾ ആ ആത്മാവിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ആ ശക്തി, അതാണ് ഹനുമാൻ സ്വാമിയുടെ ശക്തി എന്ന് പറയുന്നത്. അദ്ദേഹം ആത്മീയമായിരിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടാണ്, ആത്മീയമായിരിക്കുന്ന പ്രേമമായിരിക്കുന്ന ഭക്തി കൊണ്ട് നേടിയ ആ ശക്തിയാണ് അദ്ദേഹത്തിന്റെ കായിക ബലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ശക്തിയെ ഒരിക്കലും നമുക്ക് ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല. ശ്രീരാമസ്വാമിയോടുള്ള ആ ഒരു അസാധാരണമായിരിക്കുന്ന സ്നേഹ, ബഹുമാന, വിശ്വാസമായിരിക്കുന്ന ആ ഒരു സ്നേഹം, അത് ഹനുമാൻ സ്വാമിയുടെ അപാര ശക്തിക്ക് പ്രചോദനം നൽകിയ ഒരു ആത്മധൈര്യമായിരുന്നു. ഈ ആത്മധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. വേണ്ട എന്ന് തോന്നുന്നതെല്ലാം അങ്ങ് കളയാൻ നമ്മൾ പഠിക്കണം. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നമ്മൾക്ക് വേണ്ട എന്ന് തോന്നുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് ഒഴിവാക്കിയേക്കണം. അതിൻ്റെ മേളിൽ നമ്മൾ ചിന്തിക്കാനേ പോകരുത്. അങ്ങോട്ട് മാറ്റി അവിടെ നിർത്തണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും, പലതരത്തിലും വരും. ചിലപ്പോൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളിലൂടെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത വാക്കുകളിലൂടെ കിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവന്മാരിൽ നിന്ന്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡിൽ വെക്കരുത്. അത് ആ വഴിക്ക് അങ്ങ് വിട്ടേക്കാം. നമ്മൾ പോണ വഴി വേറെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ അത് 100 തെറ്റുകളാവാം, 100 ശരികളാവാം. ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല. ശരിയായാലും ശരി, തെറ്റായാലും ശരി, നമ്മുടെ ലക്ഷ്യം ഭക്തിയാണ്, പ്രേമമാണ്, ഭഗവാനോടുള്ള ആ ഒരു എന്താ പറയുക അചഞ്ചലമായിരിക്കുന്ന ആ ഒരു ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ഒരാളും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല.
ഒരാളും അതിന് യാതൊരു മറുപടിയും നൽകേണ്ട കാര്യമില്ല. കാരണം നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധമാണ്. ഇവിടെ ഇങ്ങനെയാണ് ഹനുമാൻ സ്വാമി സാക്ഷാൽ ശ്രീരാമസ്വാമിയായിട്ട് ഒരു ആത്മബന്ധം പുലർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഹനുമാൻ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി, ധൈര്യം, സേവനം ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, അതുപോലെ നിസ്വാർത്ഥമായിരിക്കുന്ന ആ ഒരു സ്നേഹം, ഇത് ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, ധൃതിമോളെ, ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രതിഷ്ഠിക്കണം. സാക്ഷാൽ ശ്രീരാമസ്വാമിയോട് ഹനുമാൻ സ്വാമിക്കുള്ള ആ ഒരു പ്രേമഭക്തി, അത് നമ്മളും നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹനുമാൻ സ്വാമിയെ പോലെ ശക്തരായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ 100 ചോദ്യം ചോദിക്കും. ഇത് ശരിയാവോ? ഇത് വേണോ? ഇത് വേണ്ടേ? അല്ലെങ്കിൽ എന്താ കാര്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് നമ്മൾ അലട്ടുന്നത്. ഇങ്ങനെ 1008 ചോദ്യങ്ങളും 10,008 ഉത്തരങ്ങളും കണ്ടെത്തി വരുമ്പോഴേക്കും നമ്മളുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ള സമയം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ 1000 ചോദ്യങ്ങൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് ഭഗവാനോട് അടുക്കാനുള്ള സമയം കളയണ്ട. കിട്ടുന്ന സമയമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക, എന്തൊക്കെ വ്രതങ്ങളുണ്ടോ അതെല്ലാം എടുക്കുക. നമ്മുടെ ഭക്തി അത് നമ്മുടെ സ്വകാര്യതയാണ്, മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ. ഹനുമാൻ സ്വാമിക്ക് അനന്യസാധാരണമായിരിക്കുന്ന ആത്മശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രതിബന്ധങ്ങളൊന്നും തന്നെ ആ ധീരസാഹസികന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിന്നില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം നേടാൻ പോകുമ്പോഴേക്കും നമുക്ക് 1008 പ്രതിബന്ധങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ കൂട്ടക്കാർ, അയൽവക്കക്കാർ, അവരോട് ഉത്തരം പറയണം, ഇവരോട് ഉത്തരം പറയണം. എന്നാൽ ഇവരാരും തന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന കാലത്ത് ഒന്നും തരാൻ വരികയില്ല. ആലോചിച്ച് നോക്കിക്കേ, ഒന്നും തരാൻ വരില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളതിൽ ഒന്നും ഇല്ലാതെ ഗതികെട്ടിരിക്കുന്ന സമയം നോക്ക്, ഒരു കുടുംബക്കാരും അന്വേഷിക്കില്ല, ഒരു കൂട്ടക്കാരും അന്വേഷിക്കില്ല, ഒരു അയൽവക്കക്കാരും അന്വേഷിക്കില്ല, ആരും അന്വേഷിക്കില്ല. എന്നാൽ നമ്മളൊരു നല്ല പൊസിഷനിലേക്ക് വന്ന് നോക്ക്, നമ്മളെക്കുറിച്ച് അങ്ങ് വർണ്ണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് 2 കാര്യത്തിലും നമ്മൾ വീഴരുത്. നമ്മളെക്കുറിച്ച് താഴ്ത്തി കെട്ടിയാലും നമ്മൾ അതിൽ വീഴരുത്, നമ്മളെക്കുറിച്ച് നന്മ പറഞ്ഞാലും നമ്മൾ അതിൽ വീഴരുത്. ചാണക്യ സൂത്രത്തിൽ പറയുന്നുണ്ട്, നമ്മളെക്കുറിച്ച് അമിതമായിട്ട് നന്മ പറയുന്ന, നമ്മളെ അങ്ങ് പുകഴ്ത്തി പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹനുമാൻ സ്വാമിയുടെ ജീവിതം നമ്മുടെ ജീവിത പാഠമാക്കി മാറ്റാം. നമുക്ക് നമ്മളെ ഭഗവാനോട് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹം അത് നമ്മുടെ സ്വകാര്യതയാണ്, അത് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതിൽ മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദരാവുക, തീർച്ചയായിട്ടും നിശബ്ദരാവുക. കാരണം എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഉറങ്ങാതെ യാത്ര ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും ആരോഗ്യം നോക്കാതെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? കുറേയൊക്കെ ആരോഗ്യം നോക്കണ്ടേ? ഈ ആരോഗ്യം ഞാൻ എത്ര കാലം സൂക്ഷിക്കും? എൻ്റെ ചോദ്യം അതാണ്. ഈ ആരോഗ്യം ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ നിലനിർത്തും? ഒരു ദിവസം ഞാൻ ഈ ലോകത്തുനിന്ന് പോകും. ലോകത്തുനിന്ന് പോകാറായ സമയത്ത് ഞാൻ കയറിയിട്ട് പല പല ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ നേടിയതൊന്നും ഞാൻ കൊണ്ടുപോകാനും പോണില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഭഗവാന്റെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അത് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? ആ സ്വാതന്ത്ര്യത്തിലൂടെ പോകും. അല്ലാതെ 10 പേരെ കാണിക്കാനോ അതിൽ നിന്നൊരു പ്രശസ്തിയോ പേരോ നേടാനോ ഒന്നും ആവരുത് നമ്മുടെ ഭക്തി. അതൊന്നും നമ്മുടെ ഒരു രീതിയല്ല. നമ്മുടെ ഭഗവാനുമായിട്ട് നമുക്കൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമോ അതെല്ലാവർക്കുള്ളിലുണ്ട്, എന്ത് ചെയ്യണമെന്ന്. ആ രീതിയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ വാക്കുകളിലൂടെ 10 പേര് ജപിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ഭൂമിയിൽ നമുക്കില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു 100 പേര് വെയിറ്റിംഗ് ആണെങ്കിൽ അതെൻ്റെ അറിവല്ല, സാക്ഷാൽ ഭഗവാന്റെ കാര്യങ്ങളാണ്, നമ്മുടെ ഗുരുക്കന്മാരുടെ അറിവാണ്. അപ്പം അവർ ബാക്കി വെച്ച് പോയത് ഒരു തുടർക്കഥ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ജോലി ഈ ലോകത്തില്ല, അതിനേക്കാൾ വലിയൊരു സന്തോഷവും ഇല്ല. അപ്പം ഇതിനു മുമ്പിൽ നമുക്ക് ആരും തടസ്സമല്ല. അത് നമ്മൾ സ്വയം ആലോചിച്ച് മുന്നോട്ട് പോവുക. ക്ലിയർ? ഹനുമാൻ സ്വാമിയുടെ യഥാർത്ഥ ഭക്തിയെക്കുറിച്ചുള്ളൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഹനുമാൻ സ്വാമിക്ക് സമ്മാനമായിട്ട്, ഇത് പലർക്കും അറിയാൻ തോന്നുന്നുണ്ട്, ഒരു മുത്തുമാല കിട്ടി. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആ മുത്തുമാല എടുത്തിട്ട് ഓരോ മുത്തായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുകയാണ്. പൊട്ടിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും കാണാനില്ല. ഹനുമാൻ സ്വാമി 2ആയിട്ട് പൊട്ടിക്കും, ഇതങ്ങ് കളയും. വീണ്ടും അടുത്ത മുത്തെടുക്കും, പൊട്ടിക്കും, ഇതങ്ങ് കളയും. വീണ്ടും അടുത്ത മുത്തെടുക്കും, പൊട്ടിക്കും, ഇതങ്ങ് കളയും. ഇത് കണ്ടു നിന്ന മഹർഷിമാർ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇത് ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നത്? നിങ്ങൾക്കതൊരു പാരിതോഷികമായി കിട്ടിയതല്ലേ? എന്താ ഈ കാണിക്കണേന്ന് ചോദിച്ചു.
ഉടനെ അദ്ദേഹം പറയാണ്, എൻ്റെ ആരാധ്യ ദൈവങ്ങളായിരിക്കുന്ന സീതാരാമന്മാരെ ഈ മുത്തിനുള്ളിൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒരു കൂസലും കൂടിയാണ് ഹനുമാൻ സ്വാമി ഇത് പറയുന്നത്. ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സീതാരാമന്മാരെ ഈ മുത്തിനുള്ളിൽ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കണം, എന്ത് മുത്തുകളുടെ നടുക്ക് സീതാരാമന്മാർ സ്ഥിതി ചെയ്യുന്നു എന്നോ? ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയണ, തീർച്ചയായിട്ടും 100% ആ മുത്തുകളുടെ നടുക്ക് എൻ്റെ സീതാരാമന്മാർ സ്ഥിതി ചെയ്യും. എൻ്റെ ഇഷ്ട ദൈവങ്ങളായിരിക്കുന്ന സീതാരാമന്മാർ സർവചരാചരങ്ങളിലും സകല സ്ഥാവര ജംഗമ വസ്തുക്കളിലും നിരന്തരമായി കുടികൊണ്ടിരുന്ന എന്താ പറയുന്നത്, ദയാവാരിധികളാന്നാ പറയുന്നത്. അത്രയും കാരുണ്യമുണ്ട് ഭഗവാന് നമ്മളോട്. നമ്മൾ ആ കാരുണ്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായില്ലേ? ഭഗവാന്റെ കാരുണ്യം എന്താണെന്ന് എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, ആ സമയത്താണ് നമുക്ക് ഭക്തി വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവരില്ലാത്ത ഈ മുത്തുമാല എത്ര വിശിഷ്ടമായിരിക്കുന്നതാണെങ്കിലും ശരി, എത്ര വിലമതിക്കാനാവത്താണെങ്കിലും ശരി, എനിക്ക് വേണ്ട. എൻ്റെ സ്വാമിയും എൻ്റെ സ്വാമിനിയുമുള്ള എന്ത് വസ്തുവും ഞാൻ സ്വീകരിക്കും. അവരില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് ആ ഒരു എന്താ പറയുക, ദാസൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആ പുണ്യ പുരുഷനും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയാൻ പ്രത്യേക വാക്കുകളൊന്നുമില്ല. ആ ഒരു പരമസത്യമായിരിക്കുന്ന ഭക്തൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല നമ്മുടെ ഗുരുവായൂരപ്പനോടുള്ള ആ ഒരു പ്രേമം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാമായണം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, പക്ഷേ ശ്രീരാമസ്വാമിയോടുള്ള, ഭഗവാനോടുള്ള ആ ഒരു അചഞ്ചലമായ പ്രേമത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ഭക്തന്റെ ജീവചരിത്രം അത് നമ്മൾ കേൾക്കുമ്പോൾ, ഞാൻ പറയുന്നു, ഈ കർക്കിടകത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് ആവശ്യം എന്താണ്? പ്രേമഭക്തിയാണ്. ആ പ്രേമഭക്തി നമ്മൾ നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഉയർന്ന ഭക്തരുടെ ജീവിത കഥകൾ കേൾക്കുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഹനുമാൻ സ്വാമി ഈ മറുപടി കൊടുത്തപ്പം, അങ്ങയുടെ ഹൃദയത്തിൽ സീതാരാമൻ കുടികൊള്ളുന്നുണ്ടോ എന്നാണോ അങ്ങ് പറയുന്നത്? മഹർഷിമാർ ചോദിക്കണം. അപ്പൊ അങ്ങയുടെ ഹൃദയത്തിൽ സീതാരാമന്മാർ കുടികൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സംശയം തോന്നിയ മഹർഷിമാര് കുറച്ച് പരിഹാസത്തോടെയാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയോട് ഇത് ചോദിക്കുന്നത്. അദ്ദേഹം പറയാണ്, സംശയിക്കേണ്ട, സീതാരാമന്മാർ ഈ എളിയവന്റെ ഹൃദയത്തിലുണ്ട്. എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? ഉണ്ടെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് അവരെ ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാ നിങ്ങൾ നോക്കിക്കോ, എൻ്റെ ഹൃദയത്തിലുണ്ട് സീതാരാമന്മാർ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് നിന്നിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തെന്നറിയാമോ? ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ഹനുമാൻ സ്വാമി ഹരേ രാമ ജയ ജയ സീതാരാമ എന്ന് അങ്ങ് ജപിച്ചുകൊണ്ട് ആ ശക്തിയുള്ള ആ കൈകൾ കൊണ്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഹൃദയം അങ്ങ് പറിച്ചങ്ങോട്ട് കീറിക്കൊടുത്തു. അങ്ങനെ പിളർന്നു നോക്കിയപ്പം അവിടെ സ്ഥിരപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സീതാരാമന്മാരെ മഹർഷിമാർക്ക് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. അത്ഭുതപ്പെട്ട മഹർഷിമാർ എന്ത് ചെയ്തു? ആ ഒരു പരമഭക്തന്റെ ഭക്തി നിഷ്ഠയിൽ, ആ വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം, ഭക്തി നിഷ്ഠയിൽ ആശ്ചര്യഭരിതന്മാരായിട്ട് മഹർഷിമാർ എന്ത് ചെയ്ത്? ഹനുമാൻ സ്വാമിയുടെ ഭക്തിയിൽ അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. കണ്ണുനീരോടുകൂടി നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു കെട്ടിച്ചമച്ച കഥയൊന്നല്ല, ഇത് സംഭവ കഥയാണ്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ഭക്തിയുടെ കഥയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കഥയാണ്. നമ്മുടെ ഭക്തിയും നമ്മുടെ വിശ്വാസമൊന്നും ആരാലും നമ്മൾ ചോദ്യം ചെയ്യിപ്പിക്കരുത്, ഒരാളെ കൊണ്ടും ചോദ്യം ചെയ്യിപ്പിക്കരുത്. അവിടെയാണ് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അർപ്പണബോധത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ആ ഒരു മകുടോദാഹരണമായിരിക്കുന്ന പ്രേമഭക്തിയുടെ കഥയാണത്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ധീരതയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ശരിയായ മൂല്യം എന്താണ് എന്നുള്ളത് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കഥയിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എവിടെയൊക്കെയാണോ നമ്മുടെ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ആലപിക്കപ്പെടുന്നത്, അവിടെയൊക്കെ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ഉയർന്ന ഭക്തനായിരിക്കുന്ന ഹനുമാൻ സ്വാമി അങ്ങോട്ടേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതാണ്. എത്രയോ മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടും. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. രാമായണം എന്ന മഹാകാവ്യത്തില്, ആ ഒരു കാവ്യ സമാഹാരത്തിൽ തന്നെ അമൂല്യ പതക്കമായിട്ട് വിലമതിക്കാനാവാത്തൊരു മുദ്രയായിട്ട് നിൽക്കുന്ന ദിവ്യ രക്തമാണ് നമ്മുടെ ആര്? ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയെ മാറ്റി നിർത്തിയിട്ട് സാക്ഷാൽ രാമായണമില്ല. രാമായണം എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ്. അപ്പം അത്രയും ഒരു എന്താ പറയുക, പ്രേമഭക്തി നിറഞ്ഞ
മഹാകാവ്യത്തിലെ പ്രമുഖമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആരാണ് ഹനുമാൻ സ്വാമി എന്നുള്ളത് നോക്കാം. ശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കായബലമുള്ളവൻ. ഓക്കെ, അത് മാത്രമാണോ ശക്തൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം? അത് മാത്രമല്ല, പിന്നെന്താണ്? ആത്മബോധം എന്ന ആത്മീയ ശക്തിയിൽ കൂടി. എന്താണ്? ആത്മബോധം എന്ന ആത്മീയ ശക്തിയിൽ കൂടി. ആത്മബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മാവും ആ ഒരു ആത്മാവ് കണക്റ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ബോധത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാത്തത്. നമ്മൾ നോൺ വെജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബോധത്തെയാണ് പിടിമുറുക്കുന്നത്. ആ ഒരു നോൺ വെജ് യൂസ് ചെയ്യുമ്പം നമുക്ക് രജോ തമോ ഗുണങ്ങളിൽ പെട്ടിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചു, ഇനി വയ്യ, ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങും, അല്ലേ? എത്ര പേര് കർക്കിടക മാസത്തിൽ രാമായണ മാസ വ്രതം എടുത്തിട്ടുണ്ട്? എത്ര പേരെടുത്തിട്ടുണ്ട്? പറയൂ. പൊതുവേ നമ്മളെല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു കർക്കിടക മാസത്തിൽ അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ആരൊക്കെ വ്രതം എടുത്തിട്ടുണ്ട്? അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? 30 ദിവസം അരിയാഹാരം കഴിക്കാതെ ആരെങ്കിലും എടുത്തതായിട്ട് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? അരിയാഹാരങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആരാണ് കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ വ്രതമെടുത്തിരിക്കുന്നത്? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? മാതാജി, ഞങ്ങളെല്ലാം വെജിറ്റേറിയൻസ് ആണ്, പ്രത്യേകിച്ച് വ്രതത്തിന്റെ ആവശ്യമില്ല എന്നല്ല. അരിയാഹാരം ഉപേക്ഷിച്ചെടുത്തിരിക്കുകയാണോ പ്രീത മാതാജി? സൂപ്പർ. 30 ദിവസം നമ്മുടെ കർക്കിടകം തീരുന്നത് വരെ അരിയാഹാരം ഉപേക്ഷിച്ച് ധാന്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ആരാണ് വ്രതം എടുത്തിരിക്കുന്നത്? ഫലങ്ങള്, ഫ്രൂട്ട്സ്, അതന്നെയാണ് രണ്ടും ഒന്നാണ്. ധാന്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ആരെങ്കിലും വ്രതം എടുത്തിട്ടുണ്ടോ? പ്രീത മാതാജി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോ അജയനായിരിക്കുന്ന ഹനുമാൻ സ്വാമി ആത്മബോധ തത്വത്തിന്റെ ചൈതന്യ പ്രഭാവമാണെന്നാണ് പറയുന്നത്. ഓ സൂപ്പർ രമ്യ മാതാജി. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മുടെ അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് 30 ദിവസം അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ആരാണ് വ്രതം എടുത്തിരിക്കുന്നത്? നോർമലി നമ്മളെല്ലാവരും വ്രതത്തിലാണ്, വെജിറ്റേറിയൻസ് ആണ്. പക്ഷെ അതല്ലാതെ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ആരാണ് വ്രതം എടുത്തിരിക്കുന്നത്? അങ്ങനെയാണോ എടുത്തത് മാതാജി? അങ്ങനെയെങ്കിൽ സൂപ്പറാണ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈശ്വരനാമ ജപത്തിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും പുരാണ പാരായണത്തിൽ കൂടിയും ശ്രവണത്തിൽ കൂടിയും അബദ്ധസഞ്ചാരം ചെയ്യുന്ന ചഞ്ചല ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ പറ്റുമെങ്കിൽ അരിയാഹാരം ഉപേക്ഷിക്കൂ. ഈ ഒരു 30 ദിവസം സാധിക്കുമെന്ന് എനിക്കറിയില്ല. മലയാളീസിന് പ്രിയപ്പെട്ടത് ചോറാണ്, അത് വേറെ കാര്യം. എങ്കിലും അരിയാഹാരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ നല്ലത്. ആരെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ എടുക്കൂ. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം സാധിക്കുമെങ്കിൽ എടുക്കൂ. ഈ ഒരു 30 ദിവസം നമുക്ക് അങ്ങോട്ട് അരിയാഹാരം വേണ്ട, ചോറ് വേണ്ട, നമുക്ക് ധാന്യങ്ങൾ കഴിച്ചോളൂ. നാളെ ഏകാദശിക്ക് കഴിക്കണം. ഓക്കെ, സാധിച്ചാൽ അങ്ങനെ എടുക്കും. ഓക്കെ, ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ മുതലായാലും എടുത്താൽ മതി. സാധിച്ചാൽ മാത്രം. എല്ലാവർക്കും പറ്റും തോന്നുന്നില്ല. ഇന്ന് മുതൽ എടുത്തോളൂ. നല്ലതാണ്. കർക്കിടക മാസത്തിൽ അരിയാഹാരമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ആത്മീയ ഉന്നതിക്ക് നല്ലതാണ്. എപ്പോഴും നമുക്കറിയാമല്ലോ, ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കിടന്നാൽ മതി എന്നുണ്ടാവും, ഒരു ക്ഷീണമാണ്. ഞാൻ എടുത്തിട്ടുണ്ട്, അത് വിഷ്ണുമാരാറിനറിയാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നമ്മളൊന്ന് ഒരു 30 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു കുറച്ചും കൂടെ ഒരു വേറെ ലെവലിലോട്ട് മാറും. സാധിച്ചാൽ എടുക്കും. മലയാളീസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് അരി എന്ന് പറയുന്നത്. എങ്കിലും നോക്കൂ, സദാസമയവും ശ്രീരാമനാമങ്ങൾ ഭക്തി പുരസരം ഉരുവിട്ടുകൊണ്ട് ഉപവിഷ്ടനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഏകാഗ്രതയാണ് അദ്ദേഹത്തിന്റെ സകല വിജയങ്ങളുടെയും രഹസ്യം. നമുക്കില്ലാത്തതും അതാണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ 100 ചിന്തകളാണ്. നമ്മുടെ കണ്ണിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വേണ്ട. ഒരു ഏകാഗ്രത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആ ഏകാഗ്രതയോടുകൂടി നമ്മൾ ഞാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റെന്തൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് വന്നാലും ഞാനത് അറ്റൻഡ് ചെയ്യില്ല. ഞാൻ അങ്ങോട്ട് വിട്ടേക്കും. കാരണം ചെയ്ത് തീർക്കേണ്ട ജോലി അതാദ്യം ചെയ്ത് തീർക്കുക, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നൊരു മൈൻഡാണ് എനിക്ക്. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് ഉരുണ്ട് പിണഞ്ഞ് എങ്ങനെയെങ്കിലും അത് തീർക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മാക്സിമം കോൺസെൻട്രേഷൻ, ഏകാഗ്രത, അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ആ ഏകാഗ്രതയിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ സകല വിജയങ്ങളുടെയും രഹസ്യം എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. അപ്പം അത് നമ്മളും ഉണ്ടാക്കിയെടുക്കണം. വിശ്വസിക്കുക, ഭജിക്കുക, ധ്യാനിക്കുക, ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന എല്ലാവർക്കും വിജയം നേടിത്തരും.
അതിലൊരു സംശയമില്ല. അപ്പോൾ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുക. അല്ലാതെ വന്ന് നിന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പാട്ട് പാടി പോകുന്നതാവരുത് നമ്മുടെ പ്രാർത്ഥന. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും സെക്കൻഡ്സുകളാണെങ്കിലും പ്രാർത്ഥിക്കുന്നതെങ്കിൽ കണ്ണടച്ച് ധ്യാനിച്ച് ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. അതൊരു സെക്കൻഡായാലും മതി, ഒരു മണിക്കൂറൊന്നും ഇരുന്ന് ചെയ്യണമെന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്യും. ഇനി നമുക്ക് ഹനുമാൻ പുരാണത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ അതുല്യ ശക്തി പ്രഭാവനായിരിക്കുന്ന സുവർണ മഹാമേരു സദൃശം സുന്ദരഗാത്രനായിരിക്കുന്ന ദൈത്യമാന്മാരായിരിക്കുന്ന വനത്തിന് അഗ്നിയും ജ്ഞാനികളിൽ അഗ്രഗണ്യനും രഘുരാമപ്രിയ ഭക്തനും പവനകുമാരനും സകല ഗുണഗണങ്ങളുടെയും ഇരിപ്പിടവും വാനര നായകനുമായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീരാമസ്വാമിയുടെയും സീതാമാതാവിൻ്റെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. ഓക്കെ, റെഡി? ബൃഹസ്പതി ശാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ. ഓക്കെ, ദേവഗുരുവാണ് ബൃഹസ്പതി എന്ന് എത്ര പേർക്കറിയാം? അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. ദേവഗുരുവാണ് ബൃഹസ്പതി. ഇനി മറന്നു പോവരുത്, ദേവന്മാരുടെ ഗുരുവിൻ്റെ പേരാണ് ബൃഹസ്പതി. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണമെന്നില്ല, അറിയാത്തവർ ഓർത്ത് വയ്ക്കുക. അറിവില്ലായ്മ ഒരിക്കലും ഒരു കുറവല്ല. മഞ്ജരീസിലൂടെ അറിയുന്നവരും അറിയാത്തവരൊക്കെ തുല്യരാണ് കേട്ടോ. ഒത്തിരി അറിയുന്നവരും അറിയാത്തവരും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസമില്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു പഠിക്കുന്ന ആളാണ്. അപ്പോൾ ദേവന്മാരുടെ ഗുരുവിൻ്റെ പേരെന്താണ്? ബൃഹസ്പതി. ബൃഹസ്പതിയുടെ ആശ്രമത്തില് അന്തേവാസിനിയായിരുന്നു ആര്? അപ്സരകന്യകയായിരിക്കുന്ന പുഞ്ചികസ്ഥല. ബൃഹസ്പതിയുടെ ഇപ്പൊ ഞാൻ വന്നില്ലേ, ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ ഒരു അന്തേവാസിനി ഉണ്ടായിരുന്നു. ആ അന്തേവാസിനിയായിരിക്കുന്ന വ്യക്തി ഒരു സ്ത്രീ, ഒരു അപ്സര കന്യകയായിരുന്നു. ആ അപ്സര കന്യകയുടെ പേരാണ് പുഞ്ചികസ്ഥല. ടൈപ്പ് ചെയ്തിട്ടേ ഞാൻ നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആയിട്ട് ഇടുമെന്ന്. പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സര സ്ത്രീ ബൃഹസ്പതിയുടെ ആശ്രമത്തിലെ ആരായിരുന്നു? അന്തേവാസിനിയാണ്. ഗുരുവിന്റെ ശാപം കിട്ടിയിട്ട് പുഞ്ചികസ്ഥല ഒരു അഞ്ജന എന്ന വാനര സ്ത്രീയായിട്ട് മാറുകയാണ്. ഗുരുവിന്റെ ശാപം കൊണ്ടാണ് പുഞ്ചികസ്ഥല വാനര സ്ത്രീയായിട്ട് മാറുന്നത്. അഞ്ജനയുടെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ അഞ്ജനയുടെ പുത്രനാണ് ആര്? ആഞ്ജനേയൻ, ഹനുമാൻ സ്വാമി ജനിക്കുന്നത്. ഇത്ര വരേക്കും മെമ്മറിയിൽ നിൽക്കുമല്ലോ അല്ലേ, മറന്നു പോവില്ലല്ലോ. കുഞ്ചികസ്ഥലയല്ല, പുഞ്ചികസ്ഥല. പാപ്പ പുഞ്ചികസ്ഥല, കറക്റ്റ്. ഉഷാമാതാജി ഇട്ടതാണ് പുഞ്ചികസ്ഥല. ഓക്കെ, ഓക്കേടാ, പോയിട്ട് വാ. പുഞ്ചികസ്ഥല. ഓക്കെ, ഭക്തയാണ്, അതുപോലെ അനുസരണശീലയുള്ളവളാണ്, സദ്ഗുണ സമ്പന്നയാണ് പുഞ്ചികസ്ഥല. എക്സാക്ട്ലി, കൂവല്ല കേട്ടോ, പൂ. സുന്ദരിയാണ്, ഭയങ്കര എല്ലാ കഴിവുകളുമുള്ളൊരു നല്ലൊരു സ്ത്രീയായിരുന്നു. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ പുത്രീ നിർവിശേഷം, അതായത് അന്തേവാസി ആയതുകൊണ്ട് തന്നെ സ്വന്തം മകളല്ല, പക്ഷേ ഒരു മകളേക്കാൾ കൂടുതൽ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദേവഗുരുവിൻ്റെ അളവില്ലാത്ത ആ സ്നേഹം പുഞ്ചികസ്ഥലയെ പലപ്പോഴും ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നിനും സ്വാതന്ത്ര്യമില്ല പുഞ്ചികസ്ഥലയ്ക്ക്. അതുകൊണ്ട് ദേവഗുരു, ഇപ്പൊ പൊതുവേ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ മക്കളെക്കുറിച്ച് ഭയങ്കര ആദിയുള്ളവരാണ്. അപ്പം ഇങ്ങനെ കുഞ്ഞാ കഥയാണടാ പറയുന്നത്, കേട്ടോട്ടാ, നല്ലൊരു കുഞ്ഞു കഥയാണ് പറയുന്നത്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ അച്ഛൻ്റെ സ്ഥാനമായിരിക്കുന്ന ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ ഇടവും വലവും തിരിയാൻ വിടാതെ ഇങ്ങനെ പിടിച്ചു വെക്കും. അത് ഈ പുഞ്ചികസ്ഥലയ്ക്ക് അങ്ങോട്ടേക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. സന്ദർഭവും പരിതസ്ഥിതിയും പ്രായവും ആരെയും വഴിതെറ്റിക്കും. അങ്ങനെ ഒരു പ്രായത്തിലൂടെയാണ് ഈ പുഞ്ചികസ്ഥല ആ സമയത്ത് കടന്നു പോകുന്നത്. അതീവ സുന്ദരിയും കൂടിയാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് എന്താ ഉണ്ടായത്? ആ പ്രായത്തില് പുഞ്ചികസ്ഥലയ്ക്ക് ഒരു തെറ്റുപറ്റി. വല്ലാത്തൊരു അപകടത്തിൽ പോയി പുഞ്ചികസ്ഥലപ്പെട്ടു. അപകടമേറിയ ആ ഒരു മധുര യൗവനം, നമ്മൾ പറയാറില്ലേ മധുര 17 എന്നൊക്കെ പറയില്ലേ, ആ ഒരു അപകടമേറിയ ആ ഒരു മധുരപ്രായത്തിൽ പുഞ്ചികസ്ഥലയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങോട്ട് വന്നു. മോഹങ്ങളും വികാര മനസ്സുമായിട്ട് സുന്ദരമായിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നെയ്തുകൂട്ടി പുഞ്ചികസ്ഥല ആ ഒരു പ്രായത്തിൻ്റെതായ ചാബല്യങ്ങളിൽപ്പെട്ട് അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിൽ കൂടി പുഞ്ചികസ്ഥല അഞ്ജന എന്ന
ഒരു വാനര കന്യകയായിട്ട് മാറേണ്ടി വരികയാണ്. അഞ്ജന എന്ന വാനര കന്യകയായിട്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശാപത്തോടെ മാറിപ്പോവാണ്. ആ വാനര സ്ത്രീയിലൂടെയാണ് ലോകോത്തമ ഭക്തനായിരിക്കുന്ന ഭുജബല പരാക്രമിയായിരിക്കുന്ന ശ്രീ ഹനുമാൻ സ്വാമി ജനിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പറയാറില്ലേ, കാട്ടിൽ കിടക്കുന്ന കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. നമ്മൾ ഒന്നിനെയും വില കുറച്ച് കാണരുത്. എന്തിനും ഏതിനും ഒരു സൗരഭ്യമുണ്ട്. അപ്പോൾ ഈ പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സരസായിരിക്കുന്ന സ്ത്രീ ശാപമേറ്റ്, ഒരു തെറ്റ് ചെയ്തു പോയെങ്കിൽ കൂടിയും ശാപമേറ്റ് ഒരു വാനര സ്ത്രീയായി ജനിച്ചിട്ട് അവളിൽ നിന്നാണ് ഹനുമാൻ സ്വാമി ജനിക്കുന്നത്. ഹനുമാൻ സ്വാമി ആരാണെന്ന് ചോദിച്ചാലോ, വാക്കുകൾക്ക് അതീതമാണ്. ആലോചിച്ച് വെക്കണം. പൊതുവേ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും കാണുന്ന പ്രവണത എന്താണ്? തെറ്റ് ചെയ്താൽ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിടും. പിന്നെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരെ അങ്ങ് കൊന്നു കൊലവിളിക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ തെറ്റുകളൊന്നും അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. വേണമെന്ന് വെച്ചിട്ടല്ല ഒരാളെ ജീവിതത്തിലും പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പ്രണയങ്ങൾ സംഭവിക്കാം, പല വിവാഹങ്ങൾ സംഭവിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ സംഭവിക്കാം. നമ്മൾ അതിൻ്റെ പേരിൽ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്? അതപ്പതിച്ച് സംസാരിക്കരുത്. തെറ്റാണ്, ഒരിക്കലും ചെയ്യരുത്. ചിലപ്പം ജാതി മാറി മതം മാറിയൊക്കെ കല്യാണം കഴിക്കാം. ഇതൊന്നും ഒരാളുടെയും തീരുമാനമല്ല. ഇതൊക്കെ സാക്ഷാൽ ഈശ്വരൻ മുൻപേ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ വ്യക്തികൾ തമ്മിൽ കാണുന്നത്. അവർക്കുള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുന്നത്. എത്രയോ കോടി ജനങ്ങളെ കണ്ടിട്ട് ഒന്നോ രണ്ടോ പേരോടല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടവും ബന്ധമൊക്കെ തോന്നുന്നത്. ആലോചിച്ച് നോക്കിക്കേ. അതിലൊരാളെ നമ്മൾ വിവാഹം ചെയ്യുന്നു, എവിടെയോ കിടക്കുന്ന വ്യക്തികൾ. ഈശ്വരൻ നിശ്ചയിക്കുന്നു ഇങ്ങനെയാണ് ഇവർ തമ്മിൽ ഒന്നു ചേരേണ്ടത്, ഇവരിൽ നിന്നാണ് ഈ കുഞ്ഞ് ജനിക്കേണ്ടത്. പുതിയൊരു സൃഷ്ടി നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാൻ തീരുമാനിച്ചിട്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുന്നത്. ആ വ്യക്തികളിലൂടെയാണ് പുതിയൊരു സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു തരത്തിലും ഒരാളെയും കുറ്റം പറയാൻ തയ്യാറാവരുത്. അതൊക്കെ ഭഗവാന്റെ കുറെ മായകളാണ്, ലീലകളാണ്. മനസ്സിലായില്ലേ? ഒരു സന്ധ്യാസമയത്ത് നമ്മുടെ ആശ്രമത്തിൽ നിന്ന് പുഞ്ചികസ്ഥല പുറത്തേക്ക് ഇറങ്ങി. നല്ല സന്ധ്യയായിരിക്കുന്ന ഒരു സമയം. ആശ്രമത്തിലിരുന്ന പുഞ്ചികസ്ഥല എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. അപ്പൊ പകലൊക്കെ ഇങ്ങനെ തീരാണ്. കുങ്കുമച്ചവിയും ഉദിച്ചുയരാൻ വെമ്പൽ കൊള്ളുന്ന സോമബിബന്ധ ധവളപ്രഭയും കളർന്ന പ്രകൃതി മനോഹരമായിരിക്കുന്ന, ഞാൻ ഇതിലുള്ള പോലെ വായിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, കഥയായിട്ട് പറഞ്ഞുതരാം. ആ ഒരു സന്ധ്യാനേരത്തില് അസ്തമയ സൂര്യൻ ഇങ്ങനെ പോകുന്നു. പ്രകൃതി ഒരു വല്ലാത്ത മനോഹാരിതയിൽ ഇങ്ങനെ നിൽക്കുന്നു. പുഞ്ചികസ്ഥലയുടെ പ്രായമാണെങ്കിലോ വളരെ നല്ല പ്രായം, നല്ല സൗന്ദര്യം, നല്ല ഭംഗിയുള്ള ഒരു അപ്സര കന്യക തന്നെയാണ് ഈ പുഞ്ചികസ്ഥല. അവളുടെ മനസ്സിലിങ്ങനെ വല്ലാത്ത മോഹങ്ങളൊക്കെ, ഈ പ്രകൃതി ഇങ്ങനെ നല്ല ഭംഗിയോടുകൂടി നിന്നപ്പം അവളുടെ മനസ്സിലിങ്ങനെ പല പല മോഹങ്ങൾ ഉദിക്കാൻ തുടങ്ങി. ഒരു വിവരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ അവളുടെ മനസ്സിന് വന്നു. അത്രയും വികാരമായി അവളുടെ മനസ്സ്. മനസ്സിലായില്ലേ? അകവും പുറവും ഒക്കെ ഒരുപോലെ യൗവനമാണെന്നാണ് ഇവിടെ പറയുന്നത് പുഞ്ചികസ്ഥലയുടെ. അപ്പൊ പുഞ്ചികസ്ഥലയ്ക്ക് തോന്നി ഒരു മൂളിപ്പാട്ട് പാടണം. പൊതുവേ നമ്മൾ പഴയ സിനിമകളിൽ കണ്ടിട്ടില്ലേ, ജയഭാരതി ചേച്ചിയും ഷീലാമയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങി ഒരു മറ്റേ മരത്തിന്റെ കൊമ്പൊക്കെ പിടിച്ചു നിന്ന് ഇങ്ങനെ കാലുകൊണ്ട് കളമെഴുതി പാട്ട് പാടി അവർ ആ പ്രകൃതിയിലോട്ട് അങ്ങ് ഇണങ്ങും അല്ലെ. അത് അവർ കഥാപാത്രങ്ങളാണെങ്കിലും ആ എന്താ പറയാ, കഥ എഴുതുന്ന ആളുകളാണ്, ആ റൈറ്റേഴ്സാണ് അത് അത്രയും മനോഹരമായിട്ട് വിവരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ അവർക്കും തോന്നി ഒരു പാട്ട് പാടണം, ആനന്ദ നൃത്തം ചവിട്ടണം എന്നൊക്കെ ഈ പുഞ്ചികസ്ഥലയിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പോൾ നന്ദവനത്തില്, അവിടെ ഉണ്ടായിരുന്ന വനത്തിന്റെ പേരാണ് നന്ദവനം. ആ നന്ദവനത്തിൽ നോക്കുമ്പം ഒരുപാട് പൂമ്പാറ്റകൾ വരുന്നു, പക്ഷികൾ വരുന്നു, നല്ല മനോഹാരിത. അപ്പൊ പുഞ്ചികസ്ഥലം എന്ത് ചെയ്തു? ആ നന്ദവനത്തിൽ കയറി ആടിയും പാടിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ മനസ്സിലങ്ങ് ഒരുപാട് പ്രണയം അങ്ങ് മുട്ടിട്ട് നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു കാഴ്ച കാണുന്നത്. ആര്? ഈ പുഞ്ചികസ്ഥലം. വിസ്മയത്തോടെ പുഞ്ചികസ്ഥല ആ കാഴ്ച നോക്കി. എന്തായിരിക്കും അത്? നന്ദവനത്തിൻ്റെ വിശാലമായിരിക്കുന്ന മൈതാനത്തില് ഒരുപാട് യുവഗന്ധർവ കുമാരന്മാരിങ്ങനെ അശ്വാഭ്യാസങ്ങൾ ഇങ്ങനെ പരിശീലിക്കുകയാണ്. എന്താ പറയുന്നത്? യുവഗന്ധർവ കുമാരന്മാർ, ഗന്ധർവന്മാര്. അവരിങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ഭംഗിയും ചുറുചുറുക്കും മുഖത്തുള്ള ആ ലാവണ്യവും എൻജോയ് മുഖത്തുള്ള ലാവണ്യവും പുഞ്ചികസ്ഥലയുടെ ഹൃദയത്തെ അങ്ങ്
വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്ന് കേൾക്കാൻ പറ്റിയ കഥയുള്ളത്. എൻ്റെ മകൾ കുറച്ചും കൂടെ പോയിരിക്കുക, ആൻറ്റി വേറെ കഥ പറഞ്ഞു തരൂ കേട്ടോ, ഇത് കുറച്ച് വലിയ കഥയാണ്, ഇതെൻ്റെ മക്കൾക്ക് മനസ്സിലാവില്ല. ആ സമയത്ത് പുഞ്ചികസ്ഥലയുടെ ഹൃദയത്തിൽ ഈ ഗന്ധർവന്മാരോട് വല്ലാത്തൊരു പ്രണയം തോന്നി. പ്രകൃതിയും പ്രായവും ആ ഒരു നോട്ടവും ആ ഒരു അവസ്ഥയും, സാരമില്ലേ പ്രസന്നാമേ, എല്ലാം കൂടി പുഞ്ചികസ്ഥല എന്ന് പറയുന്ന കന്യക പരിസരം അങ്ങ് മറന്നുപോയി. ഇവരെ കണ്ടപ്പോൾ താൻ ആരാണെന്നുള്ളത് പോലും പുഞ്ചികസ്ഥല മറന്നുപോയി. അപ്സര സ്ത്രീയാണ്, ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകളുടെ തുല്യമായിട്ട് ജീവിക്കുന്ന ഒരു അന്തേവാസിയാണ്, എൻ്റെ പ്രായം ഇതാണ്, ഇതെല്ലാം പുഞ്ചികസ്ഥല അങ്ങ് മറന്നുപോയി. ഭവിഷ്യത്തുകൾ എന്താന്ന് പോലും മറന്നുപോയി. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നാളെ എന്ത് വരും അതുപോലും അവർ മറന്നു പോവാണ്. ആ ഒരു മോഹം, ആ ഒരു ആഗ്രഹം എന്താ ഉണ്ടാക്കിയത്? യൗവന ചേഷ്ടകൾ, ആ ഗന്ധർവ കുമാരന്മാരുടെ യൗവനം കൊണ്ട് അവർ കാണിക്കുന്ന കുറേ ചേഷ്ടകളുണ്ട്, അവരുടെ കുറേ ആംഗ്യങ്ങളും അതും ഇതും ഒക്കെ കണ്ടപ്പം ഈ യൗവനസ്ഥയായിരിക്കുന്ന പുഞ്ചികസ്ഥല എല്ലാം മറന്നങ്ങ് പ്രണയത്തോടെ ആസ്വദിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നന്ദവനത്തിലെത്തി ആര്? ബൃഹസ്പതി. ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ നോക്കുമ്പം ആഹാ, ഇവളെല്ലാം മറന്നങ്ങോട്ട് രോമാഞ്ച കഞ്ചുകയായിട്ട് അങ്ങ് നിൽക്കുകയാണല്ലോ ഈ ഗന്ധർവന്മാരെ നോക്കിക്കൊണ്ട്. അവളുടെ ആ ഒരു മതിമറന്നുള്ള നിൽപ്പും അവളുടെ ആ മനസ്സിലെ വികാരങ്ങളും എല്ലാം കണ്ട് നമ്മുടെ ബൃഹസ്പതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. പുഞ്ചികസ്ഥലേ, അദ്ദേഹം ഒരു വിളി അങ്ങോട്ട് വിളിച്ചു. ഒച്ചത്തിൽ അങ്ങ് വിളിച്ചപ്പോഴേക്കും ആ പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സര കന്യക ഞെട്ടിപ്പോയി. പെട്ടെന്ന് എല്ലാം മറന്നവരിങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അവരങ്ങ് ഞെട്ടിപ്പോയി. തൊട്ട് പിന്നിൽ അവർ തിരിഞ്ഞു നോക്കിയപ്പം അവരുടെ വളർത്തച്ഛനായിരിക്കുന്ന ബൃഹസ്പതി നിൽക്കുന്നു. കുറച്ചു നേരത്തേക്ക് പുഞ്ചികസ്ഥലയുടെ ഹൃദയം അങ്ങ് വിറച്ചുപോയി. ഇന്നത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും ഇതെൻ്റെ എന്താ പറയുക, ക്രഷാണെന്ന് പറയും. ഞാൻ ഈ അടുത്താണ് ആ വേർഡ് കേട്ടത്. ഇതെൻ്റെ ക്രഷാണെന്നും പറഞ്ഞ് കൈ ഷോൾഡറിൽ കൈയും ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് നടക്കും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ബൃഹസ്പതിയെ കണ്ടതും പുഞ്ചികസ്ഥല അങ്ങ് വല്ലാണ്ട് അങ്ങ് പേടിച്ച് ഹൃദയം അങ്ങ് ഞെട്ടിപ്പോയി. പക്ഷേ പുഞ്ചികസ്ഥല എന്ത് ചെയ്ത്? ഒന്നും കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ, വരാനുള്ളത് വരട്ടെ, ഞാൻ ഇങ്ങനെ നിൽക്കൂ എന്ന ഭാവത്തിൽ പുഞ്ചികസ്ഥല അങ്ങ് നിൽക്കുകയാണ്. കല്ലുപോലെ അങ്ങ് നിൽക്കുകയാണ്. ബൃഹസ്പതി പറഞ്ഞു, പുഞ്ചികസ്ഥലേ, ഈ പുണ്യ സങ്കേതത്തിന് നിരക്കാത്ത യാതൊരു പ്രവൃത്തിയും ആരും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇവിടുന്ന് പോകൂ നീ എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല നിന്നെ ഇവിടെ നിൽക്കാൻ, ഇത് പുണ്യസ്ഥലമാണ്, ഇവിടുന്ന് കടന്നു പോകുന്നു പറഞ്ഞു. പുഞ്ചികസ്ഥലയ്ക്ക് ബൃഹസ്പതിയുടെ വാക്കുകൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അനുസരണ നന്നായിട്ടുള്ളവളാണ് പുഞ്ചികസ്ഥല. എങ്കിലും അസ്ഥാനത്തുള്ള അച്ഛൻ്റെ ഇടപെടലുകൾ പുഞ്ചികസ്ഥലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുഞ്ചികസ്ഥല പറഞ്ഞു, കുറച്ച് നേരം പോക്കിനായിട്ട് ഞാനിവിടെ കുറച്ച് സമയം കളയാനായിട്ട് നിൽക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ഒരാൾക്കും അവകാശമില്ല, അതൊരു അടിമത്തമാണെന്ന് പറഞ്ഞു. പുഞ്ചികസ്ഥല പറഞ്ഞു, ഇവിടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. കൃഷല്ല അമ്മേ, ബെസ്റ്റിയാണോ? എനിക്കിതൊന്നും അറിയാൻ പാടില്ലടക്കെ. നിന്റെ ഒരു ബെസ്റ്റി, നിന്റെ ബെസ്റ്റിയെ ഞാൻ കൈ കൂടെ പിടിച്ചല്ലേ. അപ്പോൾ പുഞ്ചികസ്ഥല പറയാണ്, വ്യക്തിപരമായ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത്, അതിലൊന്നും കൈകടത്താൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞു. ബൃഹസ്പതിക്ക് അങ്ങ് ദേഷ്യം കൂടി. ബൃഹസ്പതി പറയാണ്, പുഞ്ചികസ്ഥലേ, യുവാക്കന്മാരായിരിക്കുന്ന ഗന്ധർവ കുമാരന്മാർ അശ്വാഭ്യാസങ്ങൾ പരിശീലിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കാണുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചൊരു യുവതിക്ക്. നീ എന്താ ഈ കാണിക്കുന്നത്? ഗന്ധർവകുമാരന്മാർ വന്നിട്ട് പല അഭ്യാസങ്ങളും അവിടെ പരിശീലിക്കുമ്പം നീ ആരാണ് അത് നോക്കി നിൽക്കാൻ? അതൊരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ. തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ കർത്തവ്യമാണ്. അവര് തെറ്റാണ് ഒരു മക്കൾ ചെയ്യുന്നതെങ്കിൽ അത് പറയേണ്ടത് ഒരു അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. തർക്കിച്ച് നിൽക്കാതെ നീ ആശ്രമത്തിലേക്ക് പോകും പുഞ്ചികസ്ഥലേ, നീ ഇവിടെ നിൽക്കല്ലേ എന്നങ്ങോട്ട് പറ. ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ അങ്ങ് ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ ഗന്ധർവകുമാരന്മാരിങ്ങനെ നോക്കുക, എന്താ ഇവര് തമ്മിലൊരു വഴക്ക്? അവര് ഒളികണ്ണെറിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ, എനിക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. ലൊക്കേഷനിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കാണിക്കും. ഇതിപ്പോൾ ലൈവിലിരുന്ന് എങ്ങനെ കാണിക്കാനാ? അത് നമ്മുടെ ജോലിയാണ്.
അപ്പോൾ പുഞ്ചികസ്ഥലയെ ഇങ്ങ് ഒളികണ്ണെറിഞ്ഞിട്ട് നമ്മുടെ പുഞ്ചികസ്ഥലയെ നോക്കുന്നത് ആര് കണ്ടു? ഗന്ധർവന്മാർ നോക്കുന്നത് പുഞ്ചികസ്ഥല കണ്ടു. മാത്രമല്ല ഗന്ധർവന്മാർ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യാണ്. അവരങ്ങ് അമർത്തിച്ചിരിക്കുക, നമ്മൾ പറയില്ലേ അടക്കം പിടിച്ച് ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗന്ധർവന്മാർ ചിരിക്കാൻ തുടങ്ങി. ഗന്ധർവന്മാരുടെ ആ കുറുമ്പോട് കൂടിയുള്ള നോട്ടവും പരിഹാസ ചിരിയും പുഞ്ചികസ്ഥല ആകെ നാറി നാണം കെട്ട അപമാനിതയായി എന്ന് വേണം പറയാം. അപ്പൊ പുഞ്ചികസ്ഥല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ അപമാനിക്കപ്പെട്ടു. ബൃഹസ്പതി എൻ്റെ രക്ഷാകർത്താവാണെങ്കിലും പരിസരം മറന്നിട്ടുള്ള ആ ഓട്ടക്കണ്ണ്. അമ്മേ ശരിട്ടാ, പരിസരം മറന്നുള്ള ഈ അച്ഛൻ്റെ ഒരു ചീത്തവിളി, എൻ്റെ അഭിമാനം പോയല്ലോ, ഇത് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയുള്ളൊരു ദേഷ്യ മനോഭാവം ആർക്ക് വന്നു? പുഞ്ചികസ്ഥലയ്ക്ക് വന്നു. ദേവഗുരുവായിരിക്കുന്ന എൻ്റെ വളർത്തച്ഛന് തക്കതായ ശിക്ഷ നൽകണം, മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം, ഇനി വിടാൻ പാടില്ല അദ്ദേഹത്തെ എന്ന് പുഞ്ചികസ്ഥലയും മനസ്സിലങ്ങ് തീരുമാനിച്ചു. പുഞ്ചികസ്ഥല പറഞ്ഞു, അങ്ങയുടെ ശാസനയും ഉപദേശവും ഞാൻ അനുസരിക്കേണ്ട ആൾ തന്നെയാണ്. അങ്ങ് വഴക്ക് പറഞ്ഞാലും ഞാൻ കേൾക്കണം, അങ്ങ് ഉപദേശിച്ചാലും ഞാൻ കേൾക്കണം. എന്നാൽ കൂടിയും അഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതെല്ലാവർക്കും ഒരുപോലെ അല്ലേ? എനിക്കും അഭിമാനമുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിന്നത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് എന്നോട് സംസാരിക്കണമായിരുന്നു. അങ്ങ് ഇങ്ങനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യാൻ അങ്ങക്ക് എന്ത് അധികാരമാണുള്ളത്? എല്ലാവരും കേൾക്കുക, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് അധികാരമാണ് അങ്ങേക്കുള്ളത്? അതുകൊണ്ട് തൽക്കാലം ഞാൻ ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പുഞ്ചികസ്ഥല വളർത്തച്ഛനായിരിക്കുന്ന ബൃഹസ്പതിയോട് പറഞ്ഞു. ഉടനെ ബൃഹസ്പതിക്ക് ദേഷ്യം വന്നു. ബൃഹസ്പതി ചോദിച്ചു, എന്ത്? നീ നമ്മെ ധിക്കരിക്കുകയോ? പ്രവൃത്തികൾ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വാത്സല്യം കൊണ്ടും പുത്രിയേക്കാൾ കൂടുതലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. എൻ്റെ മകളേക്കാൾ ഉപരിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ ഒരു ചാബല്യം, ആ ഒരു സ്നേഹം, അതാണോ നീ ഇത്രയ്ക്ക് എന്നെ അഹങ്കരിക്കാൻ, എന്നോട് ധിക്കാരത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു അവസ്ഥ നിന്നിലുണ്ടാക്കിയത് എന്നും പറഞ്ഞ് അച്ഛനും മോളും തമ്മിൽ മൂട്ടം വഴക്കായി. ദേഷ്യം വന്നപ്പം വളർത്തച്ഛനായിരിക്കുന്ന ബൃഹസ്പതി പുഞ്ചികസ്ഥലയോട് പറഞ്ഞു, നീ ഒരു വാനര കന്യകയായി അങ്ങ് മാറിപ്പോട്ടെ എന്ന് അങ്ങ് ശപിച്ചു. നിന്റെ സൗന്ദര്യമല്ലേ നിന്റെ ഈ അഹങ്കാരം, എങ്കിൽ നിന്റെ സൗന്ദര്യമൊക്കെ പോയിട്ട് നീ ഒരു വാനര കന്യകയായിട്ട് അങ്ങ് മാറിപ്പോട്ടെ എന്ന് അങ്ങ് ശപിച്ചു. കോപാകുലനായിരിക്കുന്ന ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ അങ്ങ് ശപിച്ചപ്പോഴേക്കും ആ ശാപ വാക്കുകൾ കിട്ടിയപ്പോൾ നമ്മുടെ പുഞ്ചികസ്ഥല ചേതനയറ്റ് ഒരു കൽപ്രതിമ പോലെ നിൽക്കുകയാണ്. എന്തൊരു വലിയ ശാപമാണ് ഈ കിട്ടിയിരിക്കുന്നത്. എൻ്റെ സൗന്ദര്യം പോട്ടേന്നോ, ഞാനൊരു വാനര സ്ത്രീയായി മാറട്ടേന്നോ. അപ്പം നമ്മളൊക്കെ ഒരു കുരങ്ങായിപ്പോട്ടെ എന്ന് അങ്ങ് പറഞ്ഞ് നമ്മുടെ മുഖമൊക്കെ കുരങ്ങനെ പോലെ ഇരിക്കുന്ന പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. വെറുതെ നമ്മൾ ഒരാളെ കുരങ്ങാന്ന് വിളിച്ച് കളിയാക്കിയാൽ പോലും നമുക്ക് ദേഷ്യം വരുമല്ലേ. അപ്പൊ സാക്ഷാൽ കുരങ്ങായി മാറട്ടെ, അങ്ങനെ വാനര സ്ത്രീയായി മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചികസ്ഥലയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പുഞ്ചികസ്ഥല അങ്ങ് ശാപം കിട്ടിയിട്ട് അങ്ങ് കല്ലുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ പുഞ്ചികസ്ഥലയ്ക്ക് തോന്നി, അയ്യോ, ദേവഗുരുവായ ബൃഹസ്പതിയോട് ഞാനിങ്ങനെ ധിക്കാരത്തോടെ സംസാരിച്ചതൊക്കെ തെറ്റായിപ്പോയി, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. ഉടനെ കണ്ണുനീരോടുകൂടി പുഞ്ചികസ്ഥല അച്ഛനോട് മാപ്പ് ചോദിച്ചു. പുഞ്ചികസ്ഥല മാപ്പ് ചോദിച്ചപ്പോഴേക്കും ബൃഹസ്പതിക്കും തോന്നി, അയ്യോ, ഞാനും പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ എൻ്റെ മോളേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയതല്ലേ, ഞാൻ എന്ത് ശാപമാണ് ഇവൾക്ക് കൊടുത്തത് എന്നങ്ങ് ബൃഹസ്പതിയും അങ്ങ് ചിന്തിച്ചു. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ദേഷ്യം എന്ന് പറയുന്ന വികാരം ആർക്കും ഏത് സമയത്തും വരാവുന്നൊരു കാര്യമാണ്. വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ആർക്കും വരും, എനിക്കും നിങ്ങൾക്കും വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ വാക്കുകൾക്കാണ് അവിടെ പ്രശ്നം. മനസ്സിലായില്ലേ? ആ വാക്കുകൾ നമ്മൾ ആരോടായാലും സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മൾ ആ സമയത്ത് കുറച്ച് കൺട്രോൾഡ് ആവും. ദേഷ്യം കുറച്ച് നമ്മൾ എന്തും പറയാന്നുള്ള ആ ഒരു, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെന്ന് ചിന്തിക്കാതെ നമ്മൾ സംസാരിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് അത് തിരുത്താൻ പറ്റാതെയോ. ഞാനൊക്കെ എൻ്റെ വളരെ ക്ലോസ് വണ്ണോട് വഴക്ക് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സോൾവ് ചെയ്യും. എൻ്റെ അച്ഛനോടും അമ്മയോടും വഴക്ക് കൂടിയാൽ ഞാൻ പറയും അമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞേക്കും, അങ്ങനെ പറയും. ഉടനെ അച്ഛൻ്റെ മെസ്സേജ് വരും, അമ്മയുടെ ഭർത്താവല്ലേ, കാണിച്ചു തരാം. അവസരം ഞാൻ വഴക്കില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പറയും, പിന്നെ അമ്മയോട് വഴക്കിട്ടാൽ ഞാൻ പറയും അച്ഛൻ്റെ ഭാര്യയോട് പറഞ്ഞേക്കും എന്ന് പറയും. അതിലൊരു സ്നേഹമുണ്ട്, ഒരു എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അവരെൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിനപ്പുറം കടക്കരുത്. നമ്മളൊരിക്കലും ഒരു ഹൃദയവും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ദേഷ്യപ്പെടുന്ന വാക്കുകളൊന്നും പറയരുത്, ഒരിക്കലും പറയരുത്. കാരണം എന്താ പറയുക, വാവിട്ട വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാവില്ലേ? ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അറയ്ക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. 2 അടി അടിച്ചാൽ ആ അടിയുടെ വേന കുറച്ച് കഴിയുമ്പോൾ പോകും. പക്ഷെ പറയുന്ന വാക്കുകൾ കുറച്ച് കഴിഞ്ഞാൽ പോവുകയില്ല, അതങ്ങ് കിടക്കും ഹൃദയത്തിൽ. അപ്പം ഇത് തന്നെയാണ് ഇവിടെ പുഞ്ചികസ്ഥലയ്ക്കും ബൃഹസ്പതിക്കും സംഭവിച്ചത്. സാഹചര്യവും ബന്ധവും മറന്നിട്ട് പെട്ടെന്നങ്ങ് ശപിച്ചും പോയി, ശാപം ഏറ്റും പോയി. അതാണ് അവസ്ഥ. ആ സമയത്ത് ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി എന്ത് ചെയ്യും, ഞാൻ ആ ഒരു നശിച്ച സമയത്ത് പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹവും വിഷമിക്കാൻ തുടങ്ങി. പുഞ്ചികസ്ഥലയും അതുപോലെ ദുഃഖിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു പോയി. ഇനി എന്താ ചെയ്യാം? പറയരുതാത്തത് താൻ പറഞ്ഞു പോയെന്ന് പുഞ്ചികസ്ഥലയ്ക്കും തോന്നി. ആ ദുഃഖം അങ്ങ് പുഞ്ചികസ്ഥലയുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി അങ്ങ് വരികയാണ്. പുഞ്ചികസ്ഥല കരച്ചിലോട് കരച്ചിൽ. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയായിരിക്കുന്ന വളർത്തച്ഛനായിരിക്കുന്ന ബൃഹസ്പതിയുടെ തൃപാദങ്ങളിൽ വീണ് കിടന്ന് കരയാണ് പുഞ്ചികസ്ഥല. കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. പുഞ്ചികസ്ഥല പറഞ്ഞു, ഗുരുദേവ, അവിവേകമായി സംസാരിച്ചു പോയിരിക്കുന്ന ഈ ഉള്ളവളോട് അങ്ങ് ഓർക്കൂ, അങ്ങ് തെറ്റിന് മാപ്പ് നൽകൂ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങ് എന്നെ ഉപദേശിച്ചത് നന്മയ്ക്കാണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ എന്തൊക്കെയോ അങ്ങയോട് പറഞ്ഞു പോയി. അവിടുന്ന് എനിക്ക് മാപ്പ് തരുമെന്ന് പറഞ്ഞു. താൻ പുത്രിയെ പോലെ സ്നേഹിച്ചിരുന്ന ആ ഒരു അപ്സരസ് കന്യകയായിരിക്കുന്ന പുഞ്ചികസ്ഥലയുടെ മനസ്സിൻ്റെ വേദന ബൃഹസ്പതിയുടെ ഹൃദയത്തിൽ അങ്ങോട്ടേക്ക് വല്ലാണ്ടായി. അപ്പം ബൃഹസ്പതി ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ മകളെ പോലെ സ്നേഹിച്ചത് കൊണ്ടാണ് വഴക്ക് പറഞ്ഞത് അല്ലേ? ആരും ആണെങ്കിൽ എങ്ങനെയോ പോട്ടെ എന്ന് കരുതാം. പക്ഷെ എൻ്റെ സ്വന്തം മകളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത്. അതാണ് ഇത്രയും വലിയ ആപത്തിന് കാരണമായത്. ഞാൻ പറഞ്ഞതൊന്നും ഉചിതമായിരുന്നില്ലല്ലോ, ഒന്നും ശരിയായ കാര്യമല്ലല്ലോ എന്നങ്ങ് ചിന്തിച്ച് പുഞ്ചികസ്ഥല ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി വല്ലാതെ അങ്ങ് വിഷമിക്കാൻ തുടങ്ങി. ഒരു നിമിഷ നേരത്തെ നിയന്ത്രണം വിട്ടുള്ള ആ മനസ്സിൻ്റെ പ്രവർത്തനം എത്രമാത്രം വേദനയുണ്ടാക്കി ആലോചിച്ച് നോക്കിക്കേ. കാരണമില്ലാത്ത കാര്യത്തിന് കലഹമില്ലാതെ ന്യായമില്ല. ശാപത്തിൽ കൂടി മഹാധീരനും ഉത്തമ ഭക്തനുമായ ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു മകൻ നിനക്ക് ജനിക്കുന്ന ബൃഹസ്പതി ശാപമോക്ഷം കൊടുത്തു. എന്തായാലും എന്താ പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനി ഈ ശാപത്തിൽ കൂടി നിനക്കൊരു ശാപമോക്ഷം തരാം. എന്താണ്? മഹാധീരനും ഉത്തമ ഭക്തനുമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠൻ ജനിക്കും നിന്നിലൂടെ. വിധിഹിതം, എന്തായാലും വിധിയെ തടക്കാൻ പറ്റില്ല. ദേവഗുരു മനസ്സാൽ അങ്ങനെ ഒരു അനുഗ്രഹം പുഞ്ചികസ്ഥലയ്ക്ക് കൊടുത്തു. ബൃഹസ്പതി പറഞ്ഞു, മോളെ, ശാപവചനം, ഞാൻ പറഞ്ഞ ആ ശാപം അത് പിൻവലിക്കാൻ കഴിയില്ല മോളെ, ഒരിക്കലും സാധിക്കില്ല. തിന്മകൾ ഉപാസനയിൽ കൂടി നന്മകളാക്കാൻ സാധിക്കുന്നതാണ്. എന്ത് തിന്മ ചെയ്താലും ആ തിന്മ ഉപാസന കൊണ്ട് നന്മയാക്കി മാറ്റാൻ സാധിക്കും. നാം നിനക്ക് നൽകിയിരിക്കുന്നത് ശാപമാണെങ്കിലും ആ ശാപത്തിൻ്റെ പരിണിത ഫലം ലോക നന്മയായി മാറും മോളെ. ഒരു നിമിഷ നേരം കൊണ്ടാണ് മോളെ ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചത് കൊണ്ട് പറഞ്ഞു പോയത്. ഞാനും പറഞ്ഞു പോയി, എൻ്റെ ദേഷ്യവും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല മോളെ. അത് ഏൽക്കേണ്ടി വന്നത് എൻ്റെ മകൾക്കാണല്ലോ. അതെനിക്കിപ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്, നീ വിഷമിക്കരുത്.
ഞാൻ പറഞ്ഞ ആ ശാപം, അത് നീ ഒരു തിന്മ ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ആ തിന്മ നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് നന്മയായി മാറും മോളെ എന്ന് പറഞ്ഞു. ബൃഹസ്പതി പറഞ്ഞത് എന്താണെന്ന് പുഞ്ചികസ്ഥലയ്ക്ക് മനസ്സിലായില്ല. പുഞ്ചികസ്ഥല ചോദിച്ചു, അച്ഛാ, അവിടുന്ന് പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്താ പറയുന്നത്? അപ്പോൾ ബൃഹസ്പതി പറയാണ്, മോളെ, സർവാരാധ്യൻ, അതായത് ആരാലും ആരാധിക്കപ്പെടുന്നവനും സദ്ഗുണസമ്പന്നനായിരിക്കുന്ന എല്ലാ ഗുണങ്ങളുമുള്ള പരമഭക്തനായിരിക്കുന്ന അജയ്യനായിരിക്കുന്ന ഒരു മകൻ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ, അതായത് ശ്രീ പാർവതീ ദേവിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം കൊണ്ട് നിന്റെ വയറ്റിൽ ജനിക്കും. ആ മകൻ അറിവിൻ്റെയും നിർഭയത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പര്യായമായിട്ട് ഈ ലോകത്തിലങ്ങനെ വിളങ്ങി നിൽക്കും. സ്വാർത്ഥ താല്പര്യങ്ങളോ പദവിയുടെ മോഹങ്ങളോ ലവലേശം പോലുമില്ലാത്ത ആ കുമാരൻ ഈശ്വരദാസനായിട്ടും ചിരഞ്ജീവിയായും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായിട്ടും മാറും മോളെ. ഉത്തമ ഭക്തവിശ്വാസങ്ങളുടെ അടയാളമായിട്ട് വിളങ്ങുവാൻ ആ സത്പുത്രന് സാധിക്കും മോളെ. ആ സത്പുത്രന്റെ അമ്മയാവാൻ നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. സന്തോഷം കൊണ്ട് പുഞ്ചികസ്ഥല അങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങി. ദിവ്യനായിരിക്കുന്ന ആ മകന് ജന്മം നൽകാൻ എനിക്ക് സാധിക്കുമോ അച്ഛാന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സാധിക്കുന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ആ മധുരമുള്ള വാക്ക് കേട്ടപ്പോൾ മറുവാക്ക് പറയാൻ കഴിയാതെ പുഞ്ചികസ്ഥല കണ്ണീരോടുകൂടി സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. ബൃഹസ്പതി പറഞ്ഞു, മോളെ, നിനക്ക് ജനിക്കാനിരിക്കുന്ന കുമാരൻ്റെ ശൈശവദശ, അതായത് കുട്ടിക്കാലം കഴിഞ്ഞാൽ വീണ്ടും, ആ കുട്ടിയുടെ കുഞ്ഞുകാലം കഴിഞ്ഞാൽ വീണ്ടും നീ എന്തു ചെയ്യും? ഈ പുഞ്ചികസ്ഥലയുടെ രൂപത്തിൽ വാനര സ്ത്രീയായിട്ടായിരിക്കും നീ ഉണ്ടാവുക. അപ്പോഴായിരിക്കും ഈ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിയുടെ കുട്ടിക്കാലം കഴിഞ്ഞാൽ നീ പഴയ പോലെ പുഞ്ചികസ്ഥലയുടെ ആ രൂപലാവണ്യമുള്ള സുന്ദരിയായിരിക്കുന്ന സ്ത്രീയായിട്ട് നീ ഇവിടെ തിരിച്ചെത്തും. മനസ്സിലായില്ലേ? അപ്പോൾ സർവേശ്വരനെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് നീ ധൈര്യമായിട്ട് പോന്ന് പറഞ്ഞു. പുഞ്ചികസ്ഥല എന്ത് ചെയ്തു? നമ്മുടെ ബൃഹസ്പതിയുടെ ദേവഗുരുവിൻ്റെ തൃപാദങ്ങളിലൊക്കെ നമസ്കരിച്ചിട്ട് വിശാല ഹൃദയനും കരുണാർദ്ദ ചിത്തനുമായിരിക്കുന്ന ബൃഹസ്പതി എന്ത് ചെയ്തു? അവളെ അങ്ങ് അനുഗ്രഹിച്ചു. മോളെ, നിനക്ക് നന്മയെ വരും എന്ന് പറഞ്ഞു. വാനര കന്യകയായിട്ട് പുഞ്ചികസ്ഥല രൂപമാറ്റം സംഭവിച്ചു. ഉടനെ പുഞ്ചികസ്ഥല കണ്ണുനീരോടുകൂടി ഭൂമിയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു നിമിഷം എന്തോ ആലോചിച്ചു നിന്നു ബൃഹസ്പതി. പുഞ്ചികസ്ഥലയുടെ കാതുകളിൽ പോയിട്ട് എന്തോ ഒന്ന് മന്ത്രിച്ചു കൊടുത്തു. അഞ്ജന, അഞ്ജന, ഇതാണ് മന്ത്രിച്ചത്. പുഞ്ചികസ്ഥലയ്ക്ക് കാര്യം മനസ്സിലായി. എന്താണ്? രൂപം മാറിയ എൻ്റെ പേരും മാറിയിരിക്കുന്നു. പുഞ്ചികസ്ഥല എന്ന് പറയുന്ന ഞാൻ ഇനി അഞ്ജന എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അങ്ങനെ ഭൂലോകത്തിൽ ഈ പേരിലായിരിക്കും ഞാൻ അറിയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ എന്ന് പുഞ്ചികസ്ഥലയ്ക്ക് മനസ്സിലായി. എത്ര തന്നെ ധൈര്യമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും രൂപവും എന്താ പറയുക, പേരും എല്ലാം മാറിയപ്പം പുഞ്ചികസ്ഥലയ്ക്ക് ഭയങ്കര സങ്കടമായി. കരയാൻ തുടങ്ങി. ദുഃഖം കടിച്ചമർത്തിയിട്ട് കണ്ണുനീര് തുടച്ച് ബൃഹസ്പതിയുടെ തൃപ്പാദങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചിട്ട് പുഞ്ചികസ്ഥല ഭൂമിയിലേക്ക് വരികയാണ്. എല്ലാം അറിയുന്ന ദേവഗുരുവായിരിക്കുന്ന ആ ബൃഹസ്പതി മകള് പോയ ദുഃഖത്തിൽ ഒരു സാധാരണ ഗൃഹനാഥനെ പോലെ അദ്ദേഹം ആ ആശ്രമത്തിലിരുന്ന് കരയാൻ തുടങ്ങി. ഭൂലോകത്തിലെത്തിയ അഞ്ജന പലതും ചിന്തിച്ചിങ്ങനെ കാട്ടിലൂടെ അലഞ്ഞ് നടക്കുകയാണ്. പല ദുഷ്ടമൃഗങ്ങളും അഞ്ജനയെ ഉപദ്രവിക്കാൻ വന്നു. അതൊന്നും അവളെ തളർത്തിയില്ല. മാത്രമല്ല, അഞ്ജന അടുത്ത് നിൽക്കുമ്പോഴേക്കും ആ ദുഷ്ടമൃഗങ്ങളെല്ലാം തിരിഞ്ഞോടും. വല്ലാത്ത ഒരു വേദനയോടുകൂടി, വല്ലാത്ത മനസ്ഥിതിയോടുകൂടി
ഈ അഞ്ജന ഒരു രാത്രി ആ വനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താമസിക്കുകയാണ്. വെള്ളിക്കസവുകൾ പിടിപ്പിച്ച വെള്ള വസ്ത്രം പോലെ അങ്ങനെ നിൽക്കുകയാണ് ആകാശം. അഞ്ജന എന്ത് ചെയ്യാണ്? ആ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് പിറ്റേന്ന് രാവിലെ ആയി. അഞ്ജന അങ്ങനെ നോക്കി 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 കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പം വല്ലാത്ത വിശപ്പും ദാഹവും, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അഞ്ജന. വല്ലാത്ത ചിന്തകൾ അഞ്ജനയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഉടനെ കഴിച്ചില്ലെങ്കിൽ തല കറങ്ങി താഴെ വീഴും. അപ്പോൾ അഞ്ജന എന്ത് ചെയ്ത് അടുത്ത് കണ്ട ഒരു മരത്തിൽ ചാടിക്കയറി കുറച്ച് മാമ്പഴങ്ങളൊക്കെ പറിച്ചെടുത്തു. ആ മധുരമുള്ള മാമ്പഴം അങ്ങ് ആർത്തിയോടെ അഞ്ജന കഴിച്ചു. പെട്ടെന്നൊരു അശരീരി കേട്ടു അഞ്ജന. അത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും, അഞ്ജനെ അരുത്, സ്നാനകർമാദികൾ കഴിഞ്ഞ് ശ്രീ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കാതെ ജലപാനം പോലും ചെയ്തു പോകരുത്. പെട്ടെന്നൊരു അശരീരി. രാവിലെയും പ്രദോഷകാലത്തും ഏകാഗ്രചിത്തയായി ഭയഭക്തി പുരസരം ശ്രീ ഉമാമഹേശ്വരന്മാരെ ദിനവും പ്രാർത്ഥിക്കൂ. നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കുന്നതാണ്. അഞ്ജന സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ശബ്ദം കേട്ടപ്പോഴേക്കും അശരീരി കേട്ട അഞ്ജന 4 പാടും നോക്കുകയാണ്. ഈ ശബ്ദം എവിടുന്ന് വന്നു? ഹേയ്, എൻ്റെ തോന്നലാണ്. ഇവിടെ ഒന്നും ആരുമില്ല, ആരെയും കാണുന്നില്ല. ഇതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്. ആ വാക്കുകൾ ദൈവവാക്കുകളായിരിക്കൂ? അഞ്ജനയുടെ ഉള്ളിൽ 2 ചിന്തകൾ. എന്നാലും നല്ല കാര്യമല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ കാട്ടരുവിയിൽ ഇറങ്ങി കുളിച്ചിട്ടാവാം ഭക്ഷണം. അങ്ങനെ അഞ്ജന എന്ത് ചെയ്തു? പൂർവ്വ ദിശയെ ലക്ഷ്യമാക്കി അഞ്ജന പോയി. എന്നിട്ട് കുളിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് അഞ്ജന പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി ഏകാഗ്രമായ മനസ്സോടുകൂടി ശ്രീ പാർവതി പരമേശ്വരന്മാരെ ഭക്തിയോടുകൂടി ധ്യാനിച്ചു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞു. അഞ്ജനയുടെ പ്രാർത്ഥനയിൽ അങ്ങ് കോരിത്തരിച്ചു നിൽക്കുകയാണ് പ്രകൃതി. രാവിലെയും രാത്രിയും ഒന്നും പോകുന്നത് അഞ്ജന അറിയുന്നില്ല. അഞ്ജന ചില സമയങ്ങളിൽ വിശക്കുമ്പോൾ എന്തു ചെയ്യും? ഈ പഴങ്ങൾ അങ്ങ് കഴിക്കും. കാട്ടരുവിയിലെ വെള്ളം പോയി ആവോളം കുടിക്കും. വിശപ്പും ദാഹവും എല്ലാം നിയന്ത്രിക്കാൻ തുടങ്ങി. കാട്ടിനുള്ളിൽ കൂടി അഞ്ജന ഇങ്ങനെ നടക്കുകയാണ്. ലക്ഷ്യമില്ലാത്ത യാത്ര. തനിക്ക് ഒരു മകൻ ജനിക്കണേ, ഒരു മകൻ ജനിക്കണേ, ഇത് മാത്രമായ അഞ്ജനയുടെ ചിന്ത. എങ്കിൽ മാത്രമേ എനിക്ക് മോക്ഷം ലഭിക്കൂ. അതിനുവേണ്ടിയുള്ളൊരു തീർത്ഥയാത്രയാണ് ഞാൻ ഈ നടത്തുന്നത് എന്നും പറഞ്ഞ് അഞ്ജന ഇങ്ങനെ നടക്കുകയാണ് കാട്ടിലൂടെ. കൊടും കാറ്റിൽ പെട്ടിട്ടെന്നതുപോലെ വനത്തിൽ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലയാണ്. ചില സമയത്ത് ഭയങ്കര കൊടുങ്കാറ്റായിരിക്കും. പേടിച്ച് കാട്ടുമൃഗങ്ങളൊക്കെ 4 പാടും ഓടും. പേടിച്ചരണ്ട കാട്ടിലെ പറവകളും പക്ഷികളൊക്കെ ഉച്ചത്തിൽ ഇങ്ങനെ കരയാൻ തുടങ്ങും. കാട്ടാനകളൊക്കെ ചിഹ്നം വിളിക്കാൻ തുടങ്ങും. സിംഹങ്ങളൊക്കെ അങ്ങനെ ഗർജിക്കും. മറ്റു മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓരിയിടും. കാടൊക്കെ അങ്ങനെ ഇളകും. വനത്തിലാകപ്പാടെ പ്രശ്നങ്ങളായി. അഞ്ജനയ്ക്ക് എന്നാലും ഏക ചിന്ത എന്താ? എങ്ങനെയെങ്കിലും എനിക്ക് ശാപമോക്ഷം കിട്ടണം. എങ്കിലും രീതിയിൽ ശാപമോക്ഷം വേണം. അങ്ങനെ 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 ഭയങ്കരമായിട്ടുള്ള വല്ലാത്തൊരു അസ്വസ്ഥത. അഞ്ജന ഓരോ സമയത്തും ഭയങ്കരമായിരിക്കുന്ന ശബ്ദവും എല്ലാം കൂടി കേട്ട് അഞ്ജന അങ്ങ് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അഞ്ജന നോക്കുമ്പം ഈ കാട്ടിനുള്ളിൽ ആരുമില്ല.
ഒറ്റയ്ക്ക് ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ നടക്കുകയാണ് അഞ്ജന. എന്ത് ചെയ്യണമെന്നറിയാതെ. ഭയങ്കരം ശബ്ദമൊക്കെ കേൾക്കും. ആകെ പേടിപ്പെടുത്തും അഞ്ജനയെ. എന്ത് ചെയ്യണമെന്നറിയാതെ അഞ്ജന ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് കാട്ടിലെ ആ നിശബ്ദതയും ബഹളവും അഞ്ജന അങ്ങ് പേടിച്ചു വിറയ്ക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നു. അഞ്ജന അങ്ങ് ശബ്ദം കേട്ട് പേടിച്ചിരിക്കുക. എന്തു പറയുന്നറിയില്ല അഞ്ജനയ്ക്ക്. ഒറ്റയ്ക്കായിപ്പോയി. ഭൂകമ്പം വരാൻ പോവാണോ? എന്താ ചെയ്യുക? ഞാൻ എങ്ങനെ ഈ ശബ്ദത്തെയെല്ലാം തരണം ചെയ്യും? ഇതായി അഞ്ജനയുടെ ടെൻഷൻ. കൊടുങ്കാറ്റിനുള്ള തുടക്കമാണോ? എവിടേക്ക് പോകും? ആരാ എന്നെ സഹായിക്കാനുള്ളത്? ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി അഞ്ജന എന്തു ചെയ്യും? ഒരു നദിയുടെ അടുത്ത് പോയിട്ടിരിക്കും. ആ നദിയുടെ അടുത്ത് ഇങ്ങനെ അഞ്ജന ഒറ്റയ്ക്കിരിക്കും. രാത്രിയുടെ ഏകാന്തതയിൽ ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ നോക്കി അഞ്ജന ഇങ്ങനെ ഇരിക്കും. ആരോടൊന്നും പറയാനില്ല. നിശബ്ദമായി ഒറ്റയ്ക്കിരിക്കും അഞ്ജന. ആ നദിയിൽ ഇങ്ങനെ വെള്ളം പോകും. അതും നോക്കി പൂർണ്ണചന്ദ്രനെ നോക്കി അഞ്ജന ഇങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുക. എന്ത് ചെയ്യണമെന്നറിയാതെ. ഈശ്വര, സർവേശ്വര, ശ്രീ പാർവതി പരമേശ്വര, ഹൃദയം തുറന്ന് അഞ്ജന പ്രാർത്ഥിക്കുകയാണ്. വഴി തെറ്റിപ്പോയവർക്ക് ഏക ആശ്രയം അവിടുന്നല്ലേ. എന്തും സംഭവിച്ചു കൊള്ളട്ടെ ഇന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. അഞ്ജന കണ്ണുകൾ അടച്ച് ഉമാമഹേശ്വരന്മാരെ മാത്രം ധ്യാനിച്ചിരിക്കുക. 8 ദിക്കും പൊട്ടുന്ന രീതിയിൽ അട്ടഹാസമായിരിക്കുന്നൊരു ചിരി കണ്ട് ഞെട്ടിത്തരിച്ച് അഞ്ജന പേടിച്ച്. കേൾക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പം 8 ദിക്കും പൊട്ടിത്തെറിക്കുന്ന ഒരു അട്ടഹാസ ചിരി കേട്ട് ഞെട്ടിവിറച്ച് അഞ്ജന കണ്ണുകൾ തുറന്ന് പേടിച്ച് ഭീതിയോടെ നോക്കി. ഒരു വലിയ ചിരി കേട്ടു അഞ്ജന. എന്താന്ന് പോലും അറിയില്ല. അയ്യോ, അഞ്ജന അങ്ങ് പേടിച്ചു പോയി. എന്താ ആ ചിരി എന്നോർത്തുകൊണ്ട് അഞ്ജന അങ്ങിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അട്ടഹാസമായിരിക്കുന്ന ആ ചിരി. തൊട്ടു മുൻപിൽ ഭീമാകാരനായ ഒരു രാക്ഷസൻ. വികൃതനായിരിക്കുന്ന ആ രാക്ഷസൻ അവളെ നോക്കിക്കൊണ്ട് പല്ലിളിച്ച് നിൽക്കാണ്. വളഞ്ഞ പല്ലുകള്, വട്ട കണ്ണുകള്, ശരീരം മുഴുവൻ അങ്ങ് ചെമ്പിച്ചു നിൽക്കുന്ന രോമങ്ങള്, പച്ച മാംസം കടിച്ച് കീറി തിന്ന ആ രാക്ഷസന്റെ വായിലൂടെ ചൂട് രക്തം വരികയാണ്. വികൃതമായിരിക്കുന്ന ആ വായ പിളർന്ന് വളഞ്ഞ പല്ലുകൾ കാട്ടി ചുവന്നു തടിച്ച ആ നാക്ക് നീട്ടി ഗോഷ്ടി കാണിച്ച ആ രാക്ഷസൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അഞ്ജനയോട് ചോദിക്കുകയാണ്, ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കാമോ?
ബാറ്ററി എടുത്തേ. 1 മിനിറ്റ്, നമുക്കൊന്ന് മൈക്ക് ചെക്ക് ചെയ്യാം. ഒരു മിനിറ്റ് നിൽക്കണേ. വേറെ ബാറ്ററി എടുത്ത്, കുഴപ്പമില്ല, വേറെ ബാറ്ററി എടുത്ത്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതെനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന്. അതാണ് കാര്യം. ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്, ഇപ്പം കേൾക്കാം അല്ലേ? നെറ്റ് പ്രോബ്ലം ആണ്. നമ്മൾ വൈഫൈ കിട്ടാൻ നിർത്തി. ഇപ്പം കേൾക്കാം. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇപ്പം നല്ല സൗണ്ട് ഉണ്ട്. അങ്ങനെ 8 ദിക്കും പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു അട്ടഹാസ ചിരി കേട്ട് അഞ്ജന അങ്ങ് ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. അഞ്ജന കണ്ണുകൾ തുറന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ തൊട്ടു മുൻപിൽ ഭീമാകാരനായിരിക്കുന്ന ഒരു രാക്ഷസൻ നിൽക്കുന്നു. ആ രാക്ഷസൻ അവളെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്. വളഞ്ഞു നിൽക്കുന്ന രാക്ഷസന്റെ പല്ലും വട്ട കണ്ണും ശരീരം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്ന കുറെ രോമങ്ങളും, ചെമ്പിച്ച നീണ്ട രോമങ്ങളും, പച്ച മാംസം കടിച്ചു കീറി തിന്നിട്ട് ആ രാക്ഷസന്റെ വായിലൂടെ രക്തം വരികയാണ്. വികൃതമായിരിക്കുന്ന വായ തുറന്ന് വളഞ്ഞ പല്ലുകൾ കാട്ടി ചുവന്നു തടിച്ച നാക്ക് നീട്ടി ഗോഷ്ടി കാണിച്ച് രാക്ഷസൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അഞ്ജനയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, നീലവാനത്തിലെ പൂന്തിങ്കളെ പോലെ, നിർമ്മല തടാകത്തിലെ നീലത്താമര എന്ന പോലെ ഈ ഘോര വനാന്തരത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന നീ ഏതു വനദേവതയാണടി വാനര സുന്ദരി എന്ന് ചോദിച്ചു രാക്ഷസൻ. അഞ്ജന അങ്ങ് പേടിച്ചിട്ട് പറയാണ്, ഞാൻ അഞ്ജനയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. മൃഗരാജന്റെ മുൻപിൽ പെട്ടുപോയ ഒരു മാനിനെ പോലെ അഞ്ജന അങ്ങ് പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി.
ആ അഞ്ജനയുടെ പേടിയും വിറയലും ഒക്കെ കണ്ട രാക്ഷസൻ അങ്ങ് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അഞ്ജനയെ അങ്ങ് സമാധാനിപ്പിച്ചു. രാക്ഷസൻ പറയാണ്, പരിഭ്രമിക്കാതെ പറയൂ പൈങ്കിളി, സുന്ദരിയായ നീ ആരാണ്? അഞ്ജന പറഞ്ഞു, രാക്ഷസവീര, ആരും പോരുമില്ലാത്ത ഒരു പാവം വാനര കന്യകയാണ് ഞാൻ. പറയാണ്, ആരും പോരുമില്ലാത്ത ഒരു പാവം വാനര കന്യകയാണ് ഞാൻ. എന്നെ ദയവായി ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു. സർവധൈര്യവും സംഭരിച്ച് അഞ്ജന രാക്ഷസ വീരനോട് ഞാൻ എന്ത് ചെയ്യും? ഇത് നമ്മുടെ വൈഫൈ അല്ല. ഒരു മിനിറ്റ്. ഞാൻ ഇപ്പം ശരിയാക്കാം. ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ ആണോ? ടൈമിംഗ് കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓക്കെ ആയോ? സ്ലോ കണക്ഷൻ. സൗണ്ട് ആദ്യം, പിന്നീട് ലിപ്പ് മൂവ്മെന്റ്. സാരില്ല, നാളെ നമുക്കൊരു മോഡം വെക്കാം, എന്നിട്ട് അഞ്ജനയുടെ കഥ പറയാം. അല്ല, ഇപ്പോഴും ഓക്കെ അല്ല. ഓക്കെ, സാരില്ല, പോട്ടെ, നമുക്ക് നാളെ മോഡം വെച്ച് ശരിയാക്കാം. വി ക്യാൻ ഹിയർ യു, നോ വറീസ്. താങ്ക് യു അജിത് പ്രഭു. ഇത്തിരി ലേറ്റായിട്ടാണ് സൗണ്ട് വരുന്നതേ ഉള്ളൂ, കേൾക്കാം. ഇപ്പോഴും ശരിയായില്ല ലാലി മാതാജി പറയും. എനിക്ക് തോന്നുന്നു അത് ഒന്നാമത് മഴയൊക്കെ അല്ലേ ഇവിടെ, മഴയുടെ കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ആയിട്ട്. നാളെ എന്തായാലും ഞാനൊരു മോഡം വെക്കാം, മോഡം വെച്ചിട്ട് എടുക്കാം. കാരണം നമുക്ക് ഇവിടെ ആവശ്യം വരും കേട്ടോ. നാളെ നമുക്ക് റെഡിയാക്കാം. എന്നാലും പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. അങ്ങനെ അഞ്ജന പറഞ്ഞു രാക്ഷസനോട്, രാക്ഷസവീര, ആരോരും ഇല്ലാത്തൊരു പാവമാണ് ഞാൻ, എന്നെ ഉപദ്രവിക്കല്ലേ. ഞാനൊരു പാവം വാനര കന്യകയാണ്, ദയവായി എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു. സർവധൈര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് അഞ്ജന രാക്ഷസവീരൻ്റെ അടുത്ത് അത്രയും താഴ്ന്ന നിലയിൽ അപേക്ഷിച്ചു. രാക്ഷസൻ പറഞ്ഞു, മർക്കട സുന്ദരി, നാം ശംഭസാധനനാണ്. നമ്മെ നേരിടുവാൻ ശക്തിയുള്ളവരാരും ലോകങ്ങളിൽ ഒന്നുമില്ല. ഭയപ്പെടേണ്ട. നമ്മെ നീ കല്യാണം കഴിക്കുവാൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാണൻ എന്നതുപോലെ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ആ ദുഷ്ട രാക്ഷസന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ അഞ്ജന
തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരോട് കൂടി ഇരിക്കാൻ തുടങ്ങി. അവൻ്റെ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാൻ അഞ്ജനയ്ക്ക് കഴിഞ്ഞില്ല. കാരണം എന്താ? ഒരു വാനര സ്ത്രീയായി മാറേണ്ടി വന്നു, കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു, സൗന്ദര്യമെല്ലാം പോയി, ഇനി ഒരു രാക്ഷസനെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയും കൂടി ആയപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥ. ക്ഷമ നശിച്ച ആ രാക്ഷസൻ എന്തു ചെയ്തു? ഓടിച്ചെന്നിട്ട് അഞ്ജനയെ അങ്ങ് ആഞ്ഞു വാരി പുണർന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പേടിച്ച അഞ്ജന ഓടി അങ്ങ് മാറിക്കളഞ്ഞു. ശംഭസാധനൻ എന്ന് പറയുന്ന ഈ രാക്ഷസൻ പറയാണ്, വാ സുന്ദരി വാ, നമ്മുടെ ഹൃദയതാപമകറ്റി നമുക്ക് പരമാനന്ദം പകർന്നു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാക്ഷസൻ അടിവെച്ച് അഞ്ജനയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പേടിച്ചരണ്ട അഞ്ജന എന്ത് ചെയ്തു? വൃക്ഷങ്ങൾക്കിടയിലൂടെ അങ്ങ് പ്രാണനും കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ കാമഭ്രാന്ത് പിടിച്ച ശംഭസാധനൻ എന്തു ചെയ്തു? അവളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഓടിത്തളർന്ന അഞ്ജന ഉമാമഹേശ്വര നാമം അങ്ങ് ഉച്ചത്തിലങ്ങ് കരഞ്ഞു വിളിച്ചു. അത് കേട്ട് പൊട്ടിച്ചിരിച്ച ശംഭസാധനൻ അവളെ പിടികൂടാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടികൊടുക്കാതെ ഓടിപ്പോകുന്ന അഞ്ജനയുടെ ധിക്കാരത്തിൽ ഭയങ്കര ദേഷ്യം വന്നു ഈ രാക്ഷസന്. ശംഭസാധനൻ അങ്ങ് ഭയങ്കര ശബ്ദത്തിൽ അങ്ങ് അലറി വിളിച്ച്, അയ്യോ, ആ ശബ്ദം കേട്ട് ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഓടാൻ തുടങ്ങി. തളർന്ന അവശയായ അഞ്ജന ഓടുന്നതിനിടയിൽ ഒരു വലിയ പാറക്കല്ലിൽ തട്ടിയിട്ട് താഴെ വീണു. വേദനയും പേടിയും കൊണ്ട് അഞ്ജന, ശ്രീ പരമേശ്വര അഭയം നൽകിയാലും ഉമാപതേ എന്നങ്ങുറക്ക വിളിച്ചു. താൻ വിരിച്ച വലയിൽ കുടുങ്ങിയ കിളിയെപ്പോലെ ആ രാക്ഷസൻ അഞ്ജനയെ അങ്ങ് കാമത്തോടുകൂടി നോക്കി. അവശയായി നിലത്ത് കിടക്കുന്ന അഞ്ജനയെ പിടികൂടാൻ ശംഭസാധനൻ തുനിഞ്ഞപ്പോ അടുത്ത ക്ഷണത്തിൽ അയ്യോ എന്നൊരു അലറി വിളി കേട്ട് അഞ്ജന തിരിഞ്ഞു നോക്കിയപ്പോ രാക്ഷസൻ താഴെ കിടക്കുന്നു. ആത്മധൈര്യം വീണ്ടെടുത്ത് അഞ്ജന എങ്ങനെങ്കിലും ഉരുണ്ട് പിരണ്ട് എഴുന്നേറ്റ് എന്താ സംഭവിച്ചതെന്നറിയാതെ നോക്കുക. ആ സമയത്ത് ഫണം വിടർത്തിക്കൊണ്ട് നിൽക്കുന്ന രാജസർപ്പം രാക്ഷസന്റെ കാലിൽ കൊത്തിയിരിക്കുക. കുറേ തലകളുള്ളൊരു പാമ്പ് വന്നിട്ട് ആ രാക്ഷസന്റെ കാലിൽ കൊത്തി. ബോധം പോയി കിടക്കുകയാണ് രാക്ഷസൻ. ഈശ്വരാ, പോയ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് കരുതി അഞ്ജനയ്ക്ക് ഭയങ്കര ആശ്വാസം തോന്നി. അവൾ ഭക്തിയോടുകൂടി ഉമാമഹേശ്വരന്റെ തൃപ്പാദങ്ങൾ അങ്ങ് മനസ്സിൽ ധ്യാനിച്ചു. അഞ്ജനേ, ശംഭസാധനൻ മരിച്ചിട്ടില്ല, വെറും ബോധക്കേട് മാത്രമാണ്, വേഗമോടി രക്ഷപ്പെട്ടുള്ളൂ. ആ ശരീരി കേട്ടപ്പോ അഞ്ജന ശംഭസാധനനെ ശ്രദ്ധയോടുകൂടി നോക്കി. നിന്നോടല്ലേ പറഞ്ഞത് ആ രാക്ഷസൻ മരിച്ചില്ലെന്ന്? ആ സമയത്ത് അഞ്ജന നോക്കുമ്പോൾ അവൻ ശ്വസിച്ചുകൊണ്ടിരിക്കുക. മരിച്ചില്ല രാക്ഷസൻ. രാജസർപ്പം അപ്രത്യക്ഷമായി. എല്ലാം സർവേശ്വരന്റെ കൃപയെന്ന് മനസ്സിൽ ധ്യാനിച്ച് അഞ്ജന കാട്ടിലൂടെ വീണ്ടും ഓടാൻ തുടങ്ങി. അകലെ കുന്നിൻ മുകളിൽ കണ്ട ആശ്രമത്തിലേക്ക് ഓടിക്കിതച്ചെത്തിയ അഞ്ജന തളർന്നു വീണു. അവൾക്ക് വെള്ളം നൽകി കുറച്ച് മഹർഷിമാരെ ആശ്വസിപ്പിച്ചു. അവൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു നീ എന്നൊക്കെ ചോദിച്ചു. ആദ്യം മുതൽ അഞ്ജന തൻ്റെ ദുഃഖകഥ പറയാൻ തുടങ്ങി. അഞ്ജന ശംഭസാധന രാക്ഷസൻ തന്നെ ബലാത്കാരം ചെയ്യാൻ തുടങ്ങിയതും രാജസർപ്പ ദംശനമേറ്റ് അയാൾ ബോധം കെട്ട് വീണതും ബോധം തെളിയുമ്പോൾ തന്നെ തെരഞ്ഞ ആശ്രമത്തിൽ എത്താൻ സാധ്യതയുണ്ടെന്നും പേടിയോടുകൂടി മഹർഷിമാരോട് പറഞ്ഞു. ശംഭസാധനൻ നിനക്കു മാത്രമല്ല, ഈ മാല്യവാൻ പർവ്വതത്തിനു തന്നെ ഒരു പേടി സ്വപ്നമാണെന്ന് മഹർഷിമാര് പറഞ്ഞു.
അവരുടെ യാഗാദി കർമ്മങ്ങളൊക്കെ മുടക്കും, അവരെ ദേഹോപദ്രവമേൽപ്പിക്കും, ആഹാര സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകും. ആ നീച രാക്ഷസനെ വകവരുത്താൻ ധീരനായിരിക്കുന്ന വീരകേസരി എന്ന വാനര വീരനോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അഞ്ജനയോട് മഹർഷിമാര് പറഞ്ഞു. വീരകേസരി യുദ്ധത്തിൽ ശംഭസാധനനെ കൊന്നാൽ നീയും ഞങ്ങളും ഒരുപോലെ രക്ഷപ്പെടാൻ ഇടയുണ്ടെന്നും മാല്യവാൻ പർവ്വതത്തെ പിടികൂടിയിരിക്കുന്ന കഷ്ടകാലം പാടെ മാറുമെന്നും മുനിമാരങ്ങ് അഞ്ജനയോട് പറഞ്ഞു. വീരകേസരി വിജയിക്കണമെന്നും ക്രൂരനായിരിക്കുന്ന ശംഭസാധന രാക്ഷസന്റെ അന്ത്യം സംഭവിക്കണമെന്നും ശ്രീ പാർവതി പരമേശ്വരന്മാരോട് അഞ്ജന മനസ്സുരുകി പ്രാർത്ഥിച്ചു. മതിയോ? ഇഷ്ടപ്പെട്ടു? മതി? എത്ര പേരുണ്ടായിരുന്നു ലൈവില്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. മതിയെങ്കിൽ പറയൂ. കഥ ഇഷ്ടമായി പറയും മാതാജി. കഥയല്ലേ, മതിയാവില്ലെന്ന്. ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ കഥ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇഷ്ടപ്പെട്ടു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ കഥയാണ്. പോരാ, നിർത്തല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. മാല്യവാൻ പർവ്വതമങ്ങ് പ്രഭാതത്തിലിങ്ങനെ ഉണർന്നു. പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് മഹർഷിമാർ യാഗം ചെയ്യാൻ തുടങ്ങി. യാഗം സംരക്ഷിച്ച് മഹർഷിമാരുടെ വേദനകളെല്ലാം കാലേ കൂട്ടി തന്നെ അകറ്റാൻ വേണ്ടി വീരകേസരി ആശ്രമത്തിലെത്തി. മഹർഷിമാരുടെ ആശ്രമത്തിലെത്തി. ആ മഹാവീരനെ സ്വീകരിച്ചിരുത്തി മഹർഷിമാരെന്ത് ചെയ്ത് അഞ്ജനയെ ആ വീരകേസരിക്ക് പരിചയപ്പെടുത്തി. ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ വീരകേസരി എന്ന പേരിന് തക്കതായിരിക്കുന്ന ആ വീരധീരനെ ധൈര്യശാലിയാണെന്ന് അഞ്ജനയ്ക്ക് അങ്ങ് മനസ്സിലായി. ആ വീരന് വിജയം കൈവരിക്കാൻ സാധിക്കണേന്ന് അഞ്ജന പാർവതി പരമേശ്വരന്മാരോട് മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കാടും ഞടുക്കി വിറയ്ക്കുമാറുള്ള അട്ടഹാസ ചിരി കേട്ടു. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചിരി, കാട് കുലുങ്ങുന്ന രീതിയിലുള്ളൊരു ചിരി. മഹർഷിമാരും അഞ്ജനയും അങ്ങ് ഞെട്ടി വിറച്ചു. സംശയമില്ല, ഇതാ ക്രൂരനായിരിക്കുന്ന ശംഭസാധന രാക്ഷസന്റെ അട്ടഹാസ ചിരിയാണ്. ആരും ഭയപ്പെടേണ്ട, യാഗം തുടർന്ന് നടത്തിക്കോളൂ. ശംഭസാധന രാക്ഷസനെ ഞാൻ വകവരുത്തിക്കോളാം. ആര് പറഞ്ഞു? വീരകേസരി പറഞ്ഞു. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് വീരകേസരി എന്തു ചെയ്തു? അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് അങ്ങ് ചാടി കയറി ഒളിച്ചിരുന്നു വീരകേസരി. ഭീമകായനായിരിക്കുന്ന ശംഭസാധനൻ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് വന്നു. പേടിച്ചു വരണ്ടു നിന്ന അഞ്ജനയെ കണ്ട രാക്ഷസൻ പുച്ഛഭാവത്തിൽ അങ്ങ് പരിഹസിച്ചു. കൊള്ളാം, നീ അഭയം തേടിയെത്തിയിരിക്കുന്ന സ്ഥാനം വിചിത്രമായതു തന്നെ. പേടിത്തൊണ്ടന്മാരായിരിക്കുന്ന ഈ മരവണ്ടൻ മഹർഷിമാർ നമ്മുടെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ മരണവെപ്രാളം തുടങ്ങുന്നവരാണ് സുന്ദരി. നമുക്ക് പോകാം സുന്ദരി. നിന്നെ ഞാൻ ദർശിച്ചതു മുതൽ ഊണും ഉറക്കവുമില്ലാതെ നിന്നെ മാത്രം ആലോചിച്ച് ഞാൻ അലയുകയാണ് സുന്ദരി. വരൂ, നമുക്ക് പോകാം.
എന്ന് പറഞ്ഞു ഈ രാക്ഷസൻ അഞ്ജനയോട്. കയ്യും നീട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് വരുന്ന രാക്ഷസനെ കണ്ട് പേടിച്ചു വിറച്ച അഞ്ജന ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. അവളെ പിന്തുടർന്ന് ശംഭസാധനൻ അവളുടെ കയ്യിൽ പിടികൂടി പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചു അഞ്ജനയെ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ! അഞ്ജന ഹൃദയം തുറന്നങ്ങ് കരയാൻ തുടങ്ങി. ശംഭസാധനൻ പറയാണ്, ദൈവം പോലും നിന്നെ രക്ഷിക്കാൻ വരില്ല സുന്ദരി, ഒരു ഭീരുവിന് പോലും ധൈര്യമില്ല. ശംഭസാധനനെ പേടിയാണ്, വാടി ഇവിടെ എന്ന് പറഞ്ഞു ഈ രാക്ഷസൻ. അഞ്ജനയെ വാരി കൂട്ടി പിടിച്ചെടുത്തിട്ട് ശംഭസാധനൻ അവളെ അങ്ങ് ശംഭസാധനന്റെ തോളിലേക്കിട്ടു. വിടൂ വിടൂ, അവളെ വിടൂ എന്ന് മഹർഷിമാര് പറഞ്ഞു. ശംഭസാധനൻ കേൾക്കുന്നില്ല. ഇത് കണ്ട നമ്മുടെ വീരകേസരി മരത്തിൽ നിന്നങ്ങ് ചാടി, ശംഭസാധന അവളുടെ കയ്യിൽ നിന്ന് വിടൂ എന്നങ്ങ് പറഞ്ഞു. വീരകേസരിയുടെ ശംഭസാധനൻ പറഞ്ഞത് വീരകേസരി പറഞ്ഞത് കേട്ട് ശംഭസാധനൻ എന്ത് ചെയ്തു? മെല്ലെ അവളുടെ കയ്യിൽ നിന്നങ്ങ് പിടിവിട്ടു. ആ സമയം നോക്കി ഊർന്ന് നിലത്തിറങ്ങിയ അഞ്ജന മഹർഷിമാരുടെ പിന്നിൽ പോയി അങ്ങ് അഭയം പ്രാപിച്ചു. അമ്പും വില്ലുമേന്തി നിന്ന വീരകേസരിയെ കണ്ട് ശംഭസാധനൻ അങ്ങ് ദേഷ്യം വന്നു. ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവനങ്ങ് അട്ടഹസിച്ചു. ശംഭസാധനൻ പറയാണ്, എടാ മരഞ്ചാടി മർക്കടാ, നമ്മോട് കൽപ്പിക്കുവാൻ മാത്രം ധൈര്യം നിനക്ക് എന്നു മുതലുണ്ടായടാ? നിന്നെയും നിന്റെ മഹർഷിമാരെയും ഈ ആശ്രമത്തെയും തൽക്ഷണം നശിപ്പിച്ചു വാനരസുന്ദരിയെയും കൊണ്ട് നാം പോകുന്നതാണ് എന്ന് പറഞ്ഞു. ദേഷ്യം വന്ന ശംഭസാധനൻ എന്തേതു? വൻ വൃക്ഷം, ഒരു വലിയ മരം അങ്ങ് പിഴുതെടുത്തുകൊണ്ട് വീരകേസരിയുടെ നേരെ അങ്ങ് ആഞ്ഞടുത്തു. അസ്ത്രം തൊടുത്തുവിട്ട വീരകേസരി അടുത്ത ക്ഷണത്തിൽ തന്നെ ആ വൻ വൃക്ഷമെടുത്തങ്ങ് 4 തീർത്തു കളഞ്ഞു. ദേഷ്യം വന്ന ശംഭസാധനൻ ഒരു പർവ്വതം തന്നെ അങ്ങ് പറിച്ചെടുത്ത് വീരകേസരിയെ ലക്ഷ്യമാക്കി ഒരു ഏറെറിഞ്ഞു. അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് വീരകേസരി എന്ത് ചെയ്തു? ആ മല, ആ പർവ്വതത്തെ ചെറിയ ചെറിയ കല്ലുകളാക്കി തകർത്ത് കളഞ്ഞു. കേസരി ശംഭസാധനന് നേരെ തുടരെ 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 അസ്ത്രങ്ങൾ വിട്ടു. അസ്ത്രങ്ങളേറ്റ് രാക്ഷസന്റെ ശരീരത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. തൻ്റെ ശരീരത്തിൽ നിന്ന് ബാണങ്ങളെല്ലാം വലിച്ചൂരിയെടുത്ത ശംഭസാധനൻ ഒടിച്ചു നുറുക്കി വീരകേസരിയുടെ നേർക്ക് തന്നെ ഈ അസ്ത്രങ്ങൾ അങ്ങ് വലിച്ചെറിഞ്ഞു. വീരകേസരി വീണ്ടും വീണ്ടും ശംഭസാധനന് നേരെ ഇഷ്ടം പോലെ അസ്ത്രങ്ങൾ അങ്ങ് പ്രയോഗിച്ചു. കോപം കൊണ്ട് കലിതുള്ളി അലറിത്തുള്ളിയ ശംഭസാധനൻ എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ മായാശക്തി ഉപയോഗിച്ചിട്ട് മത്തഗജമായിട്ട് അങ്ങ് രൂപം പ്രാപിച്ച് തലയിളക്കി കൊമ്പുകൾ ഉയർത്തി 8 ദിക്കും ഞെട്ടുന്ന രീതിയിൽ അത്യുച്ചത്തിൽ ചിഹ്നം വിളിച്ചു ഒരു ആനയായി മാറി. ചിഹ്നം വിളിച്ചു മഹർഷിമാരങ്ങ് വിറച്ച് പേടിച്ച് നടുങ്ങിയ അഞ്ജന ഒരു മരത്തിൻ്റെ പിന്നിൽ പോയി അങ്ങ് ഒളിച്ചിരുന്നു. ഹോമകുണ്ടം കാലുകൾ കൊണ്ടൊക്കെ തട്ടി തെറിപ്പിച്ച് ആ കളഭമൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞ് മഹർഷിമാരെ പിടികൂടി 4 ഭാഗങ്ങളിലേക്ക് എറിയാൻ തുടങ്ങി. ആര്? നമ്മുടെ ഈ രാക്ഷസൻ. കൊമ്പുകൾ അങ്ങ് തിരുകി കയറ്റി പർണാശ്രമം തന്നെ അങ്ങ് പൊളിച്ചു കളഞ്ഞു. വീരകേസരി പ്രയോഗിച്ച അസ്ത്രങ്ങളെല്ലാം തന്നെ ഈ ആനയുടെ തലയിൽ തട്ടി തവിട് പൊടിയായിപ്പോയി. കൊലവെറി പൂണ്ട കാട്ടാന തുമ്പിക്കൈ നീട്ടി വീരകേസരിയുടെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും എല്ലാം തട്ടി പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു.
അമ്പും വില്ലും നഷ്ടപ്പെട്ട വീരകേസരി ദേഷ്യം വന്ന് കുതിച്ച് ചാടി ആകാശത്തിലേക്ക് ഉയർന്ന് പല വട്ടം ആകാശത്തിൽ അങ്ങ് മറിഞ്ഞ് 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 ഈ ആനയുടെ തലയിൽ പോയി പതിച്ചു. ഭീമാകാരനായി രൂപം പൂണ്ട വീരകേസരി മുഷ്ടികൾ ചുരുട്ടിയിട്ട് ആനയുടെ തലക്കിട്ട് നല്ല ഇടിയിടിച്ചു. മർദ്ദനമേറ്റ അടികൊണ്ട ആന എന്ത് ചെയ്തു? 8 ദിക്കും കേൾക്കുന്ന രീതിയിൽ അങ്ങ് അലറി വിളിക്കാൻ തുടങ്ങി. തുമ്പിക്കൈ നീട്ടി വീരകേസരിയെ പിടികൂടാൻ പല വട്ടം ഈ ആന ശ്രമിച്ചു. വീരകേസരിയുടെ സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റം കൊണ്ട് ആനയായ രാക്ഷസൻ അങ്ങ് പരാജയപ്പെട്ടു. പെട്ടെന്ന് പൂർവരൂപം പ്രാപിച്ച ശംഭാസനൻ രാക്ഷസന്റെ രൂപത്തിൽ തന്നെ മാറി വീരകേസരിയെ അങ്ങ് പിടികൂടി ഊക്കോടെ അങ്ങ് വലിച്ചെറിഞ്ഞു ഈ രാക്ഷസൻ. വീരകേസരി ഒരു പാറക്കൂട്ടത്തിൽ പോയി ഇടിച്ചു വീണെങ്കിലും ഒരു കൂസലും കൂടാതെ ചാടി എഴുന്നേറ്റ് വീരകേസരി അദ്ദേഹത്തിന്റെ അമ്പും വില്ലും എല്ലാം തേടി കണ്ടുപിടിച്ച് ശംഭാസനു നേരെ അനേകം അസ്ത്രങ്ങൾ അങ്ങ് പ്രയോഗിച്ചു. അസ്ത്രങ്ങളേറ്റ് ശംഭാസനന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായി രക്തമൊലിക്കാൻ തുടങ്ങി. എങ്കിലും ഈ രാക്ഷസൻ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കെ അവൻ പാറകളും വൃക്ഷങ്ങളും എല്ലാം ഇളക്കി എടുത്ത് വീരകേസരിയുടെ നേരെ തുടരെ എറിയാൻ തുടങ്ങി. വീരകേസരി തളരുകയാണോ? അഞ്ജന ആകെ പേടിച്ചു. ഇനി എന്ത് ചെയ്യും? ഈശ്വര, ഇതുപോലെ എത്ര സമയം യുദ്ധം ചെയ്യാൻ സാധിക്കും? വീരകേസരിക്ക് ഇനിയും ശക്തി ലഭിക്കുമോ? അതോ തളർന്നു പോവോ? അല്പം തളർന്നാൽ ശംഭാസനൻ ഉടനെ വീരകേസരിയെ ഭക്ഷണമാക്കി കളയും. അഞ്ജനയുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ പോകാൻ തുടങ്ങി. അവൾ എന്തു ചെയ്തു? ശ്രീ പാർവതി പരമേശ്വരന്മാരെ ഹൃദയം നൊന്തങ്ങ് ധ്യാനിച്ചു. ഒരു പ്രതിവിധി ചെയ്യണേ ഭഗവാനെ, മഹേശ്വര, ഉമാപതേ എന്നങ്ങ് ഹൃദയം തുറന്നങ്ങ് പ്രാർത്ഥിച്ചു. അഞ്ജനെ, പല വരബലങ്ങളും സിദ്ധിച്ചിട്ടുള്ള ശംഭാസനനെ വധിക്കുവാൻ എളുപ്പമല്ല. സ്വന്തം രക്തം കൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്നുള്ള അത്ഭുത വരം നേടിയെടുത്തിട്ടുള്ളവനാണവൻ. ചിന്തിക്കൂ, വേണ്ടത് ചെയ്യൂ, വിജയം സിദ്ധിക്കുന്നതാണ്. ആ അശരീരി കേട്ടപ്പോ അഞ്ജനയ്ക്ക് ആശ്വാസമായി. എങ്കിലും ശംഭാസാധനന്റെ രക്തം കൊണ്ട് അവനെ എപ്രകാരമാണ് വധിക്കുക? അഞ്ജന ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ അവനെ തന്നെ അവന്റെ രക്തം കൊണ്ട് വധിക്കും? അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൾ തീവ്രമായി ചിന്തിക്കുകയാണ്. എന്താ ഇതിനൊരു പ്രതിവിധി? എങ്ങനെ വധിക്കും അവനെ അവന്റെ രക്തം കൊണ്ട് തന്നെ? വീരകേസരിയും ശംഭാസനനും തമ്മിൽ ഉഗ്രമായ യുദ്ധം തുടരുകയാണ്. അശരീരി വചനങ്ങൾ പോലും വീരകേസരിയെ മനസ്സിലാക്കി കൊടുക്കാൻ വയ്യാത്ത നിർണായകമായ ഒരു അവസ്ഥയും യുദ്ധവും. അഞ്ജന നന്നായി ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരെ കിടന്ന ഒരു അസ്ത്രം കയ്യിലെടുത്തിട്ട് അഞ്ജന അത് ശംഭാസനന്റെ രക്തത്തിൽ അങ്ങ് മുക്കിയെടുത്തു. ആ അസ്ത്രം എങ്ങനെയാണ് ഇനി വീരകേസരിയുടെ കയ്യിൽ കൊടുക്കുക? അഞ്ജന ചിന്തിച്ചു. സന്ദർഭം കാത്ത അഞ്ജന നിൽക്കുകയാണ്. ഈ അസ്ത്രത്തിൽ ശംഭാസനന്റെ രക്തമുണ്ട്. ഈ രക്തം കൊണ്ട് തന്നെ ശംഭാസനനെ വധിക്കാൻ സാധിക്കും. പക്ഷേ ഈ അസ്ത്രം ആരെ കയ്യിൽ കൊടുക്കണം? വീരകേസരിയുടെ കയ്യിൽ കൊടുക്കണം. പെട്ടെന്ന് ഒരു കാട്ടുപോത്തായി മാറി ആര്? ശംഭാസനൻ. കൊമ്പുമിളക്കി ചീറ്റിക്കൊണ്ട് വീരകേസരിയുടെ നേരെ ഈ കാട്ടുപോത്ത് പാഞ്ഞടുക്കുകയാണ്. തന്ത്രപരമായി പിന്മാറിയ വീരകേസരി എന്തു ചെയ്തു? ധൈര്യത്തോടുകൂടി 2 മൂർച്ചയേറിയ ബാണങ്ങൾ കാട്ടുപോത്തിന്റെ കണ്ണുകളിലേക്ക് അങ്ങ് തൊടുത്തു വിട്ടു. അസ്ത്രങ്ങൾ കണ്ണുകളിൽ തറച്ചപ്പോ കാട്ടുപോത്തിന് വേദന സഹിക്കാൻ പറ്റാതെ അലറാൻ തുടങ്ങി. അലറി അമറി കാട്ടുപോത്ത് വട്ടം കറങ്ങുകയാണ്. ആ അവസരം പ്രയോജനപ്പെടുത്തിയ അഞ്ജന അശരീരി വചനങ്ങൾ വീരകേസരിയുടെ കാതുകളിൽ പോയി മന്ത്രിച്ചു. രാക്ഷസന്റെ രക്തത്തിൽ മുക്കിയെടുത്ത അസ്ത്രം ചാതുര്യമായി അവന്റെ കയ്യിൽ കൊടുത്തു. വേദന കൊണ്ട് അമറിയ കാട്ടുപോത്ത് വീണ്ടും ശംഭാസാധന രാക്ഷസനായി രൂപം പ്രാപിച്ചു.
കോപത്തോടുകൂടി അവനങ്ങ് ഗർജിച്ചു ആ രാക്ഷസൻ. ശംഭാസാധനൻ പറയാണ്, എടാ മർക്കട കീടമേ, നമ്മെ കീഴ്പ്പെടുത്താമെന്ന് വ്യാമോഹിക്കുന്ന നിന്നെ ഇനിയും ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ആര് പറഞ്ഞു? ശംഭാസാധനൻ എന്ന് പറയുന്ന രാക്ഷസൻ പറഞ്ഞു. തൻ്റെ മന്ത്രശക്തി കൊണ്ട് ഗദായുധം കയ്യിൽ പിടിച്ച ശംഭാസനൻ എന്ത് ചെയ്തു? അലറി വിളിച്ചുകൊണ്ട് വീരകേസരിയെ അങ്ങ് അടിക്കാൻ വരികയാണ്. ഒട്ടും സമയം കളഞ്ഞില്ല നമ്മുടെ വീരകേസരി. അഞ്ജന നൽകിയ ശംഭാസനന്റെ രക്തം പുരണ്ട അസ്ത്രമെടുത്ത് ഉമാമഹേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീരകേസരി ശംഭാസനനെ ലക്ഷ്യമാക്കി അങ്ങ് പ്രയോഗിച്ചു. പാഞ്ഞു ചെന്ന അസ്ത്രം രാക്ഷസന്റെ നെഞ്ചിലങ്ങ് തുളച്ചു കയറി. മരണവെപ്രാളത്തോടലറിയ ശംഭാസാധനൻ വട്ടം ചുറ്റി നിലംപതിച്ച് കൈകാലുകളടിച്ച് അന്ത്യശ്വാസം വലിച്ചു. അഞ്ജനയ്ക്ക് വളരെ ആശ്വാസമായി. വീരകേസരിയുടെ വീരധീര പരാക്രമങ്ങളെ വാനോളം പുകഴ്ത്തി മഹർഷിമാരങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു. വീരകേസരി പറഞ്ഞു, മുനിപുങ്കവന്മാരെ, അഭിനന്ദിക്കേണ്ടതും ആശീർവദിക്കേണ്ടതും എന്നെയല്ല. ശംഭാസാധനനെ വധിക്കുവാനുള്ള ഉപദേശം നൽകിയതും ഉപായം പറഞ്ഞു തന്നതും അഞ്ജനയാണ്. നാം അഞ്ജനാദേവിയോട് കടപ്പെട്ടിരിക്കണം. അഞ്ജന പറഞ്ഞു, ക്ഷമിക്കണം, പാവപ്പെട്ട ഈ ഉള്ളവൾ ഒന്നിനും അർഹതപ്പെട്ടവളല്ല. എല്ലാം ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം മാത്രമാണ്. അങ്ങനെ അവർക്ക് ഉപകാരം ചെയ്ത കരുത്തനായ വീരകേസരിക്ക് തക്കതായ സമ്മാനം നൽകണമല്ലോ എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ മഹർഷിമാര് ചിന്തിച്ചു. ആ സമയത്താണ് വീരകേസരിയും അഞ്ജനയും മഹർഷിമാരും എല്ലാം കൂടെ നിൽക്കുകയാണ്. എന്താ ഇവന് കൊടുക്കാം എന്നങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് മഹർഷിമാർ. ആ സമയത്ത് അഞ്ജനയെ തൻ്റെ അരികിൽ വിളിച്ചിട്ട് പാങ്ക മഹർഷി പറഞ്ഞു, പുത്രി, ഞങ്ങളുടെ ആഗ്രഹം നീ അംഗീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറയാണ്, ധീരനായ വീരകേസരിക്ക് നിന്നെ പാണീഗ്രഹണം ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളോട് പറയൂ. മഹർഷിമാര് പറഞ്ഞത് കേട്ടപ്പോൾ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ് നമ്മുടെ അഞ്ജന. അവൾ എന്ത് ചെയ്തു? പാദവിരലുകൾ കൊണ്ട് ആശ്രമത്തിൻ്റെ മുറ്റത്ത് കളം വരച്ചു. കൈവിരലുകൾ കൂട്ടിപ്പിണച്ച് നാണത്തോടുകൂടി മൗനത്തോടുകൂടി അഞ്ജന നിന്നു. അഞ്ജനയുടെ ആ ഒരു ചേഷ്ടകളെല്ലാം കണ്ടപ്പോൾ അഞ്ജനയുടെ മനസ്സിന് സമ്മതമാണെന്ന് മഹർഷിമാർക്കും മനസ്സിലായി. നല്ലൊരു സമയം നോക്കി വീരകേസരിക്ക് എന്ത് ചെയ്തു? അഞ്ജനയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആര് തീരുമാനിച്ചു? മഹർഷിമാര് തീരുമാനിച്ചു. അങ്ങനെ കല്യാണം തീരുമാനിച്ചു. മഹർഷിമാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ അഞ്ജനയുടെയും വീരകേസരിയുടെയും
കല്യാണം തീരുമാനിച്ചു. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടൂ. കമൻ്റ് ഇടൂ. വേഗം കമൻറ്റ് ചെയ്തൊരു ഇഷ്ടമായില്ലേ? വേഗം കമൻ്റ് ഇടൂ. ഇഷ്ടമായി ഇഷ്ടമായി ഇഷ്ടമായി. അങ്ങനെ പൂർണ്ണചന്ദ്രനും പൂർണ്ണനിലാവും പോലെ, വീണയും മണിനാഥവും പോലെ, വീരയും വീരകേസരിയും അഞ്ജനയും നല്ല മനോസന്തോഷത്തോടു കൂടി നിൽക്കേ വീരകേസരിയോട് ചോദിച്ചു മഹർഷിമാര്, എന്താണ് ഈ അഞ്ജനയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ വീരകേസരി എന്ന് ചോദിച്ചു. രണ്ടുപേരും പരസ്പരം പ്രണയത്തോടു കൂടി നോക്കി. രണ്ടുപേരും മഹർഷിമാരോട് രണ്ടുപേരുടെയും സമ്മതം അറിയിച്ചു. സീതാരാമം കഥസുസാരം ഹൃദി വിചാരം മോക്ഷാന്തസാരം ജപദഗാഥം അഗതിഹും കൃതി ധൂളി. സീതാരാമം കഥസുസാരം ഹൃദി വിചാരം മോക്ഷാന്തസാരം ജപദഗാഥം അഗതിഹും കൃതി ധൂളി. അങ്ങനെ അവർ രണ്ടുപേരും സെറ്റായി. എങ്ങനെയുണ്ട് മഞ്ജരീസിന്റെ കർക്കിടക മാസം? വ്യത്യസ്ത കഥ കേൾക്കാൻ ഹാപ്പി അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ ഈ കഥ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവാണ്. ഇനി നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ വരവാണ്. അത് നമുക്ക് നാളെ നോക്കാം. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പോയിട്ട് രാമായണം പാക്ക് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ മാതാജി, രാമായണം കിട്ടിയില്ലല്ലോ മാതാജി, കർക്കിടകം തുടങ്ങിയല്ലോ മാതാജി, ഹരേ കൃഷ്ണ ഞങ്ങൾക്ക് കർക്കിടക കഞ്ഞി കിട്ടിയില്ലല്ലോ മാതാജി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ പൊങ്കാലയിടും. എന്തിനാ വെറുതെ? അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ക്ലാസ് ഒന്നും മുടങ്ങില്ല. അത്രയും ജോലി തിരക്കായതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ അഡ്മിഷൻ അത് ഇത് എല്ലാം കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? അതാണ് കാര്യം. ഓക്കെ, നാളെ ക്ലാസ് എടുക്കാം. ബാക്കി നോക്കട്ടെ, രാവിലെ സാധിച്ചാൽ എടുക്കാം, ഇല്ലെങ്കിൽ വൈകിട്ട് എടുക്കാം. എത്ര നേരമായി എന്നറിയോ? 8:30 മണിയായി. ഇന്ന് കലിയന് വെക്കുന്ന ദിവസമാണല്ലേ? സൂപ്പർ. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതൊക്കെ എൻ്റെ കുഞ്ഞിനാളിലെ ഓർമ്മകളാണ്. കലിയനെ വെക്കുക, കലിയ കൂ കൂന്ന് വിളിക്കുക അല്ലേ? അതൊക്കെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ല, പോട്ടെ, സാരില്ല. അപ്പോൾ നമുക്ക് നാളെ ബാക്കി കഥ കേൾക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ.